വേദിയിലിരിക്കുന്ന ആദരണീയ ശ്രീകുമാർജി, ഇന്ന് സംഘത്തിൻ്റെ വിജയദശമിയുടെ 100ാമത് വർഷം ഈ ഭാഗത്തെ സ്വയംസേവ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഉപസ്ഥിതരായ വാത്സല്യനിധികളായ അമ്മമാരെ, സഹോദരിമാരെ, മറ്റ് സംഘബന്ധുക്കളെ, ആത്മീയ സ്വയംസേവക സഹോദരന്മാരെ, വർഷം തോറും ഭാരതത്തിൽ വിജയദശമി ആഘോഷിക്കാറുണ്ട്. മറ്റ് രാജ്യങ്ങളിലെല്ലാം ആഘോഷങ്ങൾ പലപ്പോഴും ആ രാജ്യത്തെ ഏതെങ്കിലും മഹാപുരുഷന്മാരുടെ ജന്മദിനം, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അവർക്ക് നേടാൻ സാധിച്ച ചില വിജയങ്ങളോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്ഥാപനമോ മറ്റോ ആയിരിക്കും. രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ തന്നെ ഒട്ടനവധി നമ്മൾ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ആ ആഘോഷങ്ങൾ കേവലം ഉത്സാഹത്തിനും തിന്നും കുടിച്ചും ആഹ്ലാദിക്കാനും മാത്രമല്ല, നിശ്ചയമായും ആഘോഷത്തിൻ്റെതായ ആഹ്ലാദ പരിപാടികൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഭാരതത്തിലെ ഓരോ ഉത്സവത്തിനും അതിൻ്റെ പുറകിൽ സമാജത്തിൽ ചില പ്രത്യേക ഉദ്ദേശ്യങ്ങൾ, ശ്രേഷ്ഠമായ ഭാവങ്ങൾ അത് നിർമ്മിക്കാനാണ് ഉത്സവം. നമുക്കറിയാം, ഈ നവരാത്രി ഉത്സവം 9 ദിവസം നമ്മുടെ ശക്തിയുടെ വിവിധ രൂപത്തിലുള്ള ഐശ്വര്യം, അതേസമയത്ത് ശക്തി, ശാരീരിക ശക്തി, ധാർമ്മികമായ ശക്തി, അതോടൊപ്പം തന്നെ ജ്ഞാനം, ഈ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച് അതോടൊപ്പം അധാർമികമായ ശക്തിയെ 9 ദിവസത്തെ പൂജകളിൽ കൂടി പൂർണ്ണമായും ദൈവികമായ ധാർമ്മികമായ ശക്തി ആർജിച്ച് ആ അധർമ്മത്തെ നശിപ്പിച്ച ദിവസം കൂടിയാണിത്. നമ്മൾ കേട്ടിരുന്ന പുരാണത്തിൽ പറയുന്നു, മഹിഷാസുരൻ, മഹിഷ രൂപത്തിലുള്ള അസുരൻ തൻ്റെ ദീർഘമായ തപസ്സുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. പക്ഷേ ആ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞ ശേഷം ദൈവികമായ ഭാവത്തിന് പകരം തൻ്റെ ശക്തിക്ക് മുമ്പിൽ ലോകത്ത് ഒരു പുരുഷ ശക്തി നിൽക്കരുത്. പൊതുവെ സ്ത്രീകളെക്കുറിച്ച് അബലകളാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു അബലമായിട്ടുള്ള സ്ത്രീ കൊണ്ട് ഞാൻ വധിക്കപ്പെടട്ടെ, പക്ഷെ ഒരു പുരുഷനെയും എന്നെ കൊല്ലാൻ സാധിക്കരുത് എന്നൊരു വരം വാങ്ങിക്കുന്നു. ആ വരസിദ്ധിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുഴുവൻ നരകതുല്യമായ തൻ്റെ ആക്രമണത്തിൽ കൂടി സമൂഹത്തെ നശിപ്പിക്കാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ദേവന്മാർക്കും എല്ലാവർക്കും വളരെ വിഷമമുണ്ടാകുന്നു. ഈ നരകാസുരനെ നശിപ്പിക്കാൻ പുരുഷന് സാധ്യമല്ല. അതുകൊണ്ട് ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ആ ശക്തികളുടെ പ്രതീകമായ ദുർഗ, സരസ്വതി, ലക്ഷ്മി, ഈ തരത്തിലുള്ള ദേവതകളെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആ ദേവകളുടെ ഫലമായിട്ട് ഒരു സ്ത്രീ രൂപം, മഹിഷാസുരനെ നശിപ്പിക്കാൻ ആ സ്ത്രീ രൂപം ജന്മമെടുക്കുന്നു. ഇതൊരു വെറും പുരുഷനെ അങ്ങനെ ഒരു അസുരനെ കൊല്ലുന്നത് മാത്രമല്ല, നമ്മുടെ സമാജത്തിലെ സംഘടിത ബോധം അതും കൂടി പ്രകടമാക്കുന്ന. അതുകൊണ്ട് ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ സർവ്വദേവതമാരും ഒരുമിച്ച് കൂടി അവരുടെ ദിവ്യാസ്ത്രങ്ങൾ ഈ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ദൈവിക ശക്തികളും ഒരുമിച്ച് കൂടി ദേവീ രൂപത്തിൽ പ്രത്യക്ഷം വന്ന് ആ മഹിഷാസുരനെ നശിപ്പിച്ച് നമ്മുടെ നാട്ടിൽ ധർമ്മം സ്ഥാപിക്കുന്ന ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് 9 ദിവസം നവരാത്രി പൂജ ദേവിയുടെ വിവിധ രൂപങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് പൂജ നടത്തി വരുന്നു. അവസാനമാണ് വിജയദശമി. ഏകദേശം ഇതേ ഭാവത്തിൽ തന്നെ നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നു, ഭഗവാൻ ശ്രീരാമൻ തൻ്റെ നഷ്ടപ്പെട്ട രാവണൻ കട്ടുകൊണ്ടുപോയ സീതാദേവി വീണ്ടെടുക്കാനായിട്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണ് വിജയദശമി. മഹാഭാരതത്തിൽ പറയുന്നു, പഞ്ചപാണ്ഡവന്മാർ വനത്തിൽ കഴിയുന്ന സമയത്ത് അവരെ നശിപ്പിക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് എല്ലാ തരത്തിലും അവരുടെ വനവാസ ജീവിതത്തിനിടയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി കൗരവ സൈന്യം വരുന്ന സമയത്ത് തങ്ങൾ
ആ ഒരു വനവാസത്തിലൊരു പ്രത്യേക തരത്തിലാണ് തപസ്വി ജീവിതം നയിക്കുന്ന സമയത്തുള്ള ആയുധങ്ങളെല്ലാം ഒരു വൃക്ഷത്തിൽ വെച്ചിരുന്നു. അങ്ങനെ തങ്ങളുടെ വിജയത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചിരുന്ന ശസ്ത്രങ്ങളെടുത്ത് കൗരവസേനയ്ക്കെതിരായിട്ട് മുന്നേറാൻ തയ്യാറാകുന്ന സന്നദ്ധമായ ആ ദിവസം കൂടിയാണ്. അങ്ങനെ പല തരത്തിലുള്ള ഐതിഹ്യങ്ങളിൽ കൂടിയിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത് ധാർമ്മികമായ ശക്തി ലോകത്തെ അധാർമിക ശക്തിക്കെതിരായിട്ട് ഉയരുന്ന, അതിൻ്റെ പേരിൽ വിജയം വരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു വിജയദശമി ദിവസത്തെ ഒന്ന് ചിന്തിക്കുമ്പോൾ പുരാതന കാലം മുതൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ ദിവസം ജ്ഞാന ആരാധനയ്ക്കായിട്ട് സരസ്വതി പൂജ നടത്തി വിദ്യാരംഭമായിട്ട് കുറിക്കുന്നു. ഭാരതത്തിൻ്റെ ഐക്യത്തെ കൂടി പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഉത്സവം. പക്ഷെ പല രൂപത്തിലാണെന്നുള്ളൂ. നമ്മൾ സരസ്വതി പൂജയ്ക്ക് അല്ലെങ്കിൽ വിദ്യാരംഭത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ ആയുധ പൂജയ്ക്കാണ്. അതേ സമയത്ത് നമ്മൾ കൽക്കത്തയിലൊക്കെ ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുർഗാ പൂജ വളരെ പ്രേമമായിട്ടുള്ളൊരു കാര്യം. ഭാരതത്തിലാകുമ്പോൾ ദസറ ഉത്സവം ഒരു വിധത്തിൽ രാമരാവണ പോരാട്ടം നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ആയിട്ട് ഭാരതത്തിലെ എല്ലാ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഏത് വേഷം ധരിച്ചാലും ശരി സർവ്വ സംസ്ഥാനങ്ങളിലും ഈ വിജയദശമി ഒരു ഉത്സവമാണ്. അതുകൊണ്ട് ഈ വിജയദശമി നമ്മുടെ നാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദേശീയ ഉത്സവങ്ങളും കൂടിയാണ്. ഇതുപോലെ അനവധി അനുത്സവങ്ങൾ, ഞാൻ എൻ്റെ ഓരോ ഉത്സവത്തിനും പ്രത്യേകം പ്രാധാന്യം പറയുന്നില്ല. പക്ഷേ കേവലമായി ബാഹ്യമായ ഭൗതികമായ ആഹ്ലാദ പരിപാടികളല്ല. ഈ ഓരോ ഉത്സവങ്ങളും നമ്മുടെ മുമ്പിൽ അത്യന്തം ശ്രേഷ്ഠമായ ചില സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ അത് ഉൾപ്പെടുത്തുന്നു. അധർമ്മത്തിന് മുമ്പിൽ നമുക്ക് തല കുനിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, എല്ലാ ശക്തികളും ഒരുമിച്ച് കൂടി ഈ അധാർമികമായുള്ള കാര്യങ്ങളും അത് സംഘടനാ സന്ദേശം കൂടി നടക്കുന്ന ഉത്സവമാണ്. ഈ ദിവസം ഏത് കാര്യം ആരംഭിച്ചാലും ശരി അത് വിജയത്തിൽ കലാശിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ശ്രേഷ്ഠമായ പുണ്യമായ കാര്യങ്ങൾ ആരംഭിക്കാൻ ഈ ഒരു പുണ്യ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. 1925 ഏകദേശം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈദേശികമായ ഭരണത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവർ അദ്ദേഹം ജനനാൽ ഒരു ദേശഭക്തനായിരുന്നു. നമ്മുടെ നാടിൻ്റെ അസ്വാതന്ത്ര്യം ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നാടിൻ്റെ അടിമത്വം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഈ വൈദേശിക ഭരണത്തിന് ഭാരതം സ്വതന്ത്രമാകണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടായി. ബാല്യകാലങ്ങളിൽ ഒരു പക്ഷേ മറ്റ് വിദ്യാർത്ഥികൾ കാണാത്ത രീതിയിലുള്ള ഈ സ്വാതന്ത്ര്യങ്ങളുടെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ അതും ഏർപ്പെടും. ഞാൻ ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ വളർന്ന അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൽക്കത്തയിൽ വൈദ്യബിരുദം നേടാനായിട്ട് പോയ സമയത്ത് അന്ന് കൽക്കത്തയിലെ വിപ്ലവകാരികളുടെ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുകയും വളരെ വിപ്ലവകാരികളുടെ കൂട്ടത്തിൽ സജീവ പ്രവർത്തകനാവുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞു അദ്ദേഹം ഡോക്ടറായി പരീക്ഷ എഴുതി. പരീക്ഷയിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ വിളിക്കുന്നു. ബർമയിൽ നിന്നും ഒരു നല്ല ഡോക്ടർ വേണം എന്നൊരു അപേക്ഷ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന പേര് തൻ്റെയാണ്. അതുകൊണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതൊരു വിദ്യാർത്ഥിക്കാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി തെണ്ടിത്തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ തനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ സന്തോഷിക്കാത്തത്. പക്ഷെ അന്ന് ഈ ഒരു കേശവ് ബലറാം ഹെഡ്ഗേവർ അന്നത്തെ പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നിൽ അങ്ങ് കാണിച്ച വിശ്വാസത്തിന് എനിക്ക് അങ്ങോട്ട് വളരെ നന്ദിയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ വിദ്യാഭ്യാസ അനന്തരം എന്തെങ്കിലും ജോലി നോക്കാനോ പണം സമ്പാദിക്കാനോ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നാടിനെ സ്വതന്ത്രമാക്കാനുള്ള പ്രവർത്തനത്തിൽ ഞാൻ വ്യാപൃതരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പകരം അങ്ങ് വേറെ ആരുടെങ്കിലും പേര് സ്വീകരിക്കും. ഇതിന് തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. ആ സമയത്ത് അനവധി വ്യക്തികൾ, കുടുംബങ്ങൾ, അങ്ങനെ നല്ല വിദ്യാഭ്യാസം നേടി വന്നുള്ള യുവാവ്
ആ യുവാവ് തങ്ങളുടെ പെൺകുട്ടിക്ക് ഭർത്താവായിട്ട് വരണം, ജാമാതാവായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ച കാരണം ചിറ്റപ്പൻ്റെ കൂടെയാണ് ഈ കുട്ടി വളർന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അനവധി തരത്തിലുള്ള വിവാഹാലോചനകൾ വരുന്നു. ആ സമയത്ത് ഒരു യുവാവിൻ്റെ മനസ്സിൽ നല്ല വിദ്യാഭ്യാസം നേടി ഒരു കുടുംബമായിട്ട് നാളെ കുടുംബജീവിതം നല്ലപോലെ നയിക്കണം എന്ന ചിന്തയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക. പക്ഷെ ആ യുവാവ് സ്വന്തം ചിറ്റപ്പനോട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വിവാഹ ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടനവധി യാതനകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നൽകി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു തരത്തിലുള്ള ഒരു ജീവിതം, കുടുംബജീവിതം ഉണ്ടാവില്ല. അപ്പോൾ കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചു, വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ജോലി വേണ്ടെന്ന് വയ്ക്കുന്നു. ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒട്ടനവധി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം വിപ്ലവകാരിയായിട്ട് പ്രവർത്തിച്ചു. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വിപ്ലവ യുവാക്കന്മാരെ സംഘടിപ്പിച്ചും കൊണ്ട് വിദേശത്ത് നിന്ന് ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് വളരെ പെട്ടെന്നൊരു വിപ്ലവത്തിൽ കൂടിയിട്ട് ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ, പ്രത്യേകിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ദുർബലമായിട്ടുള്ള നിലയ്ക്ക് ഈ നാട്ടിലൊരു ശക്തമായ പ്രക്ഷോഭം നടന്നാൽ വിജയം വരിക്കാൻ സാധിക്കുന്നു അദ്ദേഹം ചിന്തിച്ചു, അതിനുള്ള പരിശ്രമം ചെയ്തു. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു അനുശാസനമില്ലായ്മ, കൂട്ടായിട്ട് നിശബ്ദമായിട്ട് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അതിൻ്റെ സ്വഭാവം നമ്മുടെ നാട്ടിലെ ജനങ്ങളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം വിജയിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് കുറച്ച് യുവാക്കന്മാർ രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് സാധ്യമല്ല. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ആ ഒരു ശക്തി സമാഹരിച്ചും കൊണ്ട് വേണം ഈ പ്രവർത്തനം സ്വാതന്ത്ര്യം നേടാൻ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഞാൻ ആ ചരിത്രങ്ങൾ പറയുന്നതിന് പകരം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്നതൊരു സ്വാതന്ത്ര്യ സംഘടന, സ്വാതന്ത്ര്യ പ്രസ്ഥാന, ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും ശ്രമിച്ചു കൂട്ടിയിട്ട് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ട് ഉഗ്രമായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ, മിതവാദികളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു കോൺഗ്രസ് പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ അനവധി പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തിന് എല്ലാവരും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഡോക്ടർ ഹെഡ്ഗവറുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ വന്നു. അതിലൊന്ന്, വിശാലമായ ഭാരതം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോടിക്കണക്കിന് ജനസംഖ്യയുള്ളൊരു ഭാരതം. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാമ്പത്തികമായിട്ടോ ബുദ്ധിപരമായിട്ടോ ധീരതയ്ക്കോ ഒന്നും കുറവുണ്ടായിരുന്നില്ല. ഈ രീതിയിലുള്ള വിശാലമായിട്ടുള്ള ഭാരതം ഒരു തരത്തിൽ പ്രാകൃതരായിട്ടുള്ള ആൾക്കാർ, ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാർ, തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്നൊരു വിഭാഗം, കൂട്ടമായിട്ട് ഗോത്ര കലഹകൾ നടത്തിക്കൊണ്ടിരുന്ന അറേബ്യയിൽ നിന്നുള്ള തനി പ്രാകൃതരായിട്ടുള്ള ആൾക്കാർ സൈന്യമായിട്ട് ഇവിടെ വരുന്നു. ഈ നാടിനെ ആക്രമിച്ച് കീഴടക്കുന്നു. ഇവിടുത്തെ മാനബന്ധുക്കളായുള്ള ക്ഷേത്രങ്ങൾക്ക് കയർക്കുന്നു. അനവധി അമ്മമാർക്ക് മാനഭംഗം ഏർപ്പെടുന്നു. ഈ രീതിയിൽ ഒരു കൂട്ടം അക്രമികൾക്ക് നമ്മുടെ ഭാരതത്തെ ഈ തരത്തിൽ ആക്രമിക്കാനും അവരെ കീഴടക്കാനും എങ്ങനെ സാധിച്ചു? രണ്ടാമതൊരു കാര്യം, ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ ഭാരതത്തിൽ വന്നത് അവർ കച്ചവടക്കാരായിട്ട് വന്നതാണ്. ഈ നാടിൻ്റെ സമ്പത്തിൽ അവർക്ക് ഇവിടുന്ന് അവരുടെ നാട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുപോകണം. ഈ നാടുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വളരെ നല്ലൊരു സമ്പാദ്യം ഉണ്ടാകാം എന്നുദ്ദേശിച്ച് കച്ചവടക്കാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ അവർ ഇവിടുത്തെ ഭരണാധികാരികളായി മാറുന്നു. എന്താണ് ഇതിന് കാരണം? ഈ നാട്ടിൽ എന്താണ് ഇതിൻ്റെ കുറവ് എന്നതിനെ അദ്ദേഹം ചിന്തിച്ചു. രണ്ടാമതൊരു കാര്യം, എങ്ങനെയെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നിരിക്കട്ടെ, ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലുള്ള ഭാരതത്തിൻ്റെ സ്ഥിതി എന്താ? ഈ രീതിയിൽ അനവധി ആൾക്കാർ നമ്മുടെ നാട്ടിനെ കീഴടക്കുന്ന സമയത്ത് അഥവാ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നും അദ്ദേഹം ചിന്തിച്ചു. ഇതിന് ഉത്തരം കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ. അതിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു, ഭാരതം അസ്വതന്ത്രമായിരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സൈന്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ
അവരുടെ പൈസ വാങ്ങിച്ച് സ്വന്തം ശക്തി മുഴുവൻ അവർക്ക് പണമിച്ച ആ സൈന്യത്തിന് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വീരന്മാർക്കുള്ള മെഡൽ വാങ്ങിച്ച ആൾക്കാർ ഈ ഭാരതത്തിലെ സൈന്യമായിരുന്നു. സിഖ് റെജിമെൻറ്റ്, നേപ്പാൾ റെജിമെൻറ്റ്, ഗൂർഖ റെജിമെൻറ്റ്, ഈ തരത്തിലുള്ള ആ പട്ടാളക്കാർ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ പോയി അവർ യുദ്ധം ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ധീരതയ്ക്കുള്ള മറ്റേ ഇത് വാങ്ങിച്ചത് അവരായിരുന്നു. നമ്മുടെ നാട്ടിലെ ശങ്കരാചാര്യയെ പോലുള്ള ബുദ്ധിശക്തിയുള്ള ലോകത്തിൽ വേറെ ആരുണ്ടായിട്ടുണ്ട്? ഒരു ശങ്കരാചാര്യല്ല. അനവധി ഈ തരത്തിലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ചിന്തകന്മാരും ദാർശനികരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ഈ നാട്ടിലെ രവീന്ദ്രനാഥ ടാഗോറിനാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യത്തിനും കവിതയ്ക്കുള്ള ഒരു നോബൽ സമ്മാനം വാങ്ങിച്ചത് ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ ചിന്തയിൽ, ആ കലാകാര്യങ്ങളിൽ, കവിതയിൽ, സാഹിത്യത്തിൽ, വീരത്തിൽ എല്ലാം തന്നെ ലോകത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന രാജ്യം. ആ രാജ്യം എങ്ങനെ ഒരു വിദേശീയരുടെ അനവധി അക്രമികളുടെ കീഴിൽ അടിമത്തത്തിലാകേണ്ടി വന്നു? ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കണ്ടെത്താൻ കഴിയും. രണ്ടാമതൊരു കാര്യം, സ്വാതന്ത്ര്യത്തിനുണ്ട് എല്ലാവരും പരിശ്രമിക്കും. അനവധി സന്ദർഭത്തിൽ ഇവിടെ വീര ശിവാജി, റാണ പ്രതാപ് സിംഹൻ, ഗുരു ഗോവിന്ദ സിംഹൻ, ഝാൻസി റാണി, എത്ര വീരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായി. ആ തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ ശരി, പിന്നീട് കാണാൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങൾ പലപ്പോഴും തമ്മിൽ രാജാക്കന്മാർ തല്ലിച്ച് ഒരു രാജാവിനെ കൂട്ടുപിടിച്ച് ബാക്കി രാജാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഈ നാട്ടിൽ നമ്മുടെ അതിപുരാതനമായ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടിതമായ ഏകീകൃതമായ ഒരു ശക്തി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എക്കാലത്തും അടിമകളായിട്ട് കഴിയേണ്ടി വരും. ഇത് ശരിക്കും ഡോക്ടർ ജിയുടെ ചിന്തയിൽ വന്ന കാര്യം മാത്രമായിരുന്നില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, സ്വാതന്ത്ര്യ സമര കാലത്തിൽ ലോകത്തിൻ്റെ അങ്ങ് ചിക്കാഗോയിൽ പോയി ഈ നാടിൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ഹൃദയം പിടിച്ചെടുക്കിയ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ആ യാത്രയൊക്കെ കഴിഞ്ഞ ശേഷം ഭാരതത്തിൽ തിരിച്ചു വന്ന് അങ്ങ് കൊളംബോ മുതൽ അൽമോറ വരെ, സിലോണിലെ ആ തെക്ക് മുതൽ വടക്ക് ഹിമാലയത്തിലെ അൽമോറ വരെ ഒരു യാത്ര നടത്തിയിരുന്നു. ആ സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ചേതന ഉണർത്താൻ ആവേശകരമായിട്ടുള്ള പ്രസംഗത്തിൽ കൂടി യുവാക്കന്മാർ മുഴുവൻ അദ്ദേഹം ആകർഷിച്ചിരുന്നു. ആ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് യുവാക്കന്മാർ ചോദിക്കുന്നു സ്വാമിജിയോട്, സ്വാമിജി, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ രക്തം തിളപ്പിക്കുന്നു. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാണ്. സന്യാസത്തിന് പകരം ഇറങ്ങി വന്ന് നമുക്ക് നേതൃത്വം തരൂ, അങ്ങയുടെ നേതൃത്വം നമുക്ക് നാടിൻ്റെ സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ദാഹം ആ യുവാക്കന്മാർ പ്രകടിപ്പിച്ചു. സ്വാമിജി അത് കേട്ട് വളരെ സന്തോഷിച്ചു. പക്ഷേ അദ്ദേഹം വളരെ കുറച്ചു നേരം മൗനമായതിനു ശേഷം ആത്മകഥ അല്ലെങ്കിൽ ചോദിച്ച ചോദ്യം, ഞാൻ സ്വാതന്ത്ര്യം നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ആ നേടിയ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കാൻ നമുക്ക് കരുത്തുണ്ടോ, അതിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നായിരുന്നു. രണ്ടാമത്, സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായിട്ടുള്ള ഭഗിനി നിവേദിത, അവരും വിദേശത്ത് ജനിച്ച ഒരു സ്ത്രീയാണ്. അവർ ഭാരതത്തിൽ വന്നു. ഈ ഭാരതത്തിലെ സ്ഥിതിഗതികൾ കണ്ടിട്ട് ആ അമ്മ ഹിന്ദു സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു, അല്ലയോ ഹിന്ദു സഹോദരന്മാരെ, ഈ ഹിന്ദുത്വമാകുന്ന ഈ സമൂഹം അവരൊരുമിച്ച് വരാൻ തയ്യാറാണ്. ഒരു 10-15 നിമിഷം നേരത്തേക്കെങ്കിലും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് അതാതിടത്ത് ഒരു കൃത്യസമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടാൻ തയ്യാറായാൽ, ഒരുമിച്ച് കൂടി നാടിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായാൽ, ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പ്രചണ്ഡ ശക്തി ഉയർന്നു വരും. ആ ശക്തിയെ വെല്ലുവിളിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ ഹിന്ദു സഹോദരന്മാരെ, നിങ്ങളെല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒരുമിച്ച് വരാൻ തയ്യാറാവൂ എന്നായിരുന്നു ഭഗിനി നിവേദിതയുടെ ഉദ്ദേശം. ഇതേപോലെ വേറൊരു വനിത, അവരും വിദേശത്ത് നിന്ന് ഭാരതത്തിൽ വന്നവരാണ്, ആനി ബസന്റ് മദാമ. ആ ആനി ബസന്റ് മദാമയും ഇവിടുത്തെ ഹിന്ദു സമുദായത്തോട്, എൻ്റെ ഹിന്ദു സഹോദരന്മാരെ, നിങ്ങളെല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒരുമിച്ച് വരാൻ തയ്യാറാണ്. ഈ ഹിന്ദുത്വം അതാണ് ഈ നാടിൻ്റെ ജീവൻ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഹിന്ദുത്വമാകുന്ന വളപ്പശുമിയുടെ മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയിട്ടാണ് ഈ ഭാരതം നിലനിൽക്കുന്നത്. എന്നാണോ ഹിന്ദുത്വം ഈ നാട്ടിൽ ഇല്ലാതാകുന്നത്,
അന്ന് ഈ ഭാരതം ഒരു വൻ വൃക്ഷം പോലെ, വേരറ്റ വൻ വൃക്ഷം പോലെ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് എൻ്റെ ഹിന്ദു സഹോദരന്മാരെ, നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. ഹിന്ദുത്വ ഭാവത്തോടു കൂടി ഈ നാട് ഉയരണം എന്ന് ആനി ബെസന്റ് പറഞ്ഞു. അങ്ങനെ ഈ നാടിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ അനവധി തരത്തിലുള്ള ഈ രോഗത്തിലുള്ള ചികിത്സ അവർ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ഈ നാട്ടിലെ യഥാർത്ഥമായ രോഗം കണ്ടെത്തി ആ രോഗത്തിലുള്ള ചികിത്സ എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘപ്രവർത്തനം ആരംഭിച്ചത്. ഇവിടുത്തെ സംഘടനകളുടെ കുറവുണ്ട്. തൻ്റെ പേരിലും ഒരു സംഘടന വേണം എന്ന ആഗ്രഹമായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം ചിന്തിച്ചു, ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അനവധി വേഷം, അനവധി ഭാഷ, അനവധി തരത്തിലുള്ള ഭക്ഷണം, അനവധി ആചാര സമ്പ്രദായങ്ങൾ, ഇതെല്ലാമുള്ള ഈ ഭാരതം അതിപുരാതന കാലം മുതൽ തന്നെ ഈ ലോകത്ത് നിലനിന്നിരുന്നത് വേറെ വേറെ വിഘടിത രൂപത്തിലായിരുന്നില്ല. നമ്മുടെ പുരാണങ്ങൾ പറയുന്നു, ഈ നാട് ഭൂമി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ്, ഈ ഭൂമിയോടുള്ള മനോഭാവം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാവും. അത് ഏത് ഭാഷക്കാരും ശരി, ഹിമാലയത്തിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബംഗാൾ താമസിക്കുന്നവരും ബോംബെയിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന വികാരം എന്താണ്? ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രൈ ശൈവ ദക്ഷിണം വർഷം തത് ഭാരത നാമ ഭാരതി എത്ര സന്തതി. അങ്ങ് സമുദ്രത്തിൻ്റെ വടക്ക്, ഹിമാലയത്തിൻ്റെ തെക്ക്, ഈ കാര്യങ്ങളിൽ താമസിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ഭാരതീയരെല്ലാവരും അതിൻ്റെ സന്തതികളാണ്. അപ്പോൾ നമ്മുടെ ഭൂമി, ഈ ഒരു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ഭൂമി എന്തെല്ലാം വ്യത്യാസങ്ങൾ ശരി, അത് ഈ ഭാരതം എന്നാണ് എൻ്റെ പേര്. ഏത് ഭാഷ സംസാരിക്കാൻ ശരി, ഇത് നമ്മുടെ മാതൃഭൂമിയുടെ മക്കളായിട്ടുള്ള ഭാരതീയരാണ്. ഇത് തന്നെ വേറൊരു ഭാഗത്തിൽ മേരുതന്ത്രത്തിൽ പറയുന്നു, ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതി. ഹിമാലയത്തിന് ആരംഭിച്ച് സാഗരം വരെ നീണ്ടുകിടക്കുന്ന സാക്ഷാൽ ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഈ ഭൂമിയുടെ പേര് ഹിന്ദുസ്ഥാനം എന്നാണ്. അപ്പോൾ ഭാരതവും ഹിന്ദുസ്ഥാനും ഒന്നാണ്. ഭാരതീയർ എന്നുള്ളത് ഹിന്ദു എന്ന് പറയും ഒരേ ഒരു അർത്ഥത്തിലാണ്, ഈ അമ്മയുടെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഈ ഒരു ഏകത എന്നുള്ളൊരു മനോഭാവം അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ ദീർഘകാലം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്നുള്ളൊരു ഭൂമിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രാഷ്ട്രത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മനോഭാവം നമ്മുടെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? നമ്മുടെ ഈ ഭൂമി ഈ നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അത് രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ മുമ്പിൽ ലക്ഷ്മണൻ പറയുന്നു, ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി. എൻ്റെ അമ്മയും എൻ്റെ പെറ്റമ്മയും എൻ്റെ മാതൃഭൂമിയും ജന്മഭൂമിയും അത് സ്വർഗത്തേക്കാൾ വലുതാണ്. വേറെ ഒന്നും എൻ്റെ മുന്നിൽ പ്രശ്നമല്ല, എൻ്റെ ഭാരതമാതാവ്. ഈ തരത്തിലുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മൾ പണ്ട് മുതൽ വരുന്നു. ദിവസേന നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് പണ്ട് കാലം മുതൽ രത്നാകരാധൗതപതാം ഹിമാലയ ക്രീഡിനിം ബ്രഹ്മരാജർഷിദാഢ്യം വന്ദേ ഭാരതമാതരം. ഈ ഒരു രത്നാകരം മുതൽ സമുദ്രം നീണ്ടുകിടന്ന ഈ ഭൂമി എൻ്റെ മാതൃഭൂമിയാണ്. അല്ലയോ അമ്മേ, നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. നമ്മൾ ഈ ഭൂമി ചിന്തിക്കുന്നു, ഈ ഭൂമി എൻ്റെ മാതൃഭൂമിയാണ്. ആ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. കാലത്ത് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ജോലിക്ക് മുൻപ് ഞാൻ പറയുന്നു, അല്ലയോ വിഷ്ണുപത്നി, സാക്ഷാൽ ദേവിയാണ്. കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പാല് തൻ്റെ അമ്മയുടെ മേത്ത് മുട്ടേണ്ടി വരുന്നു. അമ്മയെ നമസ്കരിക്കുന്നു, ഞാൻ എൻ്റെ പാദസ്പർശം ക്ഷമിക്കണം. ഈ തരത്തിലുള്ള ഭവ്യമായ ചിന്ത, നമുക്കിത് ഒരു കല്ലും മണ്ണും നിറഞ്ഞൊരു ഭൂമിയല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് അത്യന്തം പവിത്രമായിട്ടുള്ള ഭൂമിയാണ്. ഈ ഭൂമിക്ക് വേണ്ടി, ഈ ഭൂമിയുടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഏത് ഭാഷ സംസാരിക്കുന്നതാണ് ശരി, ഏത് വേഷ ആൾക്കാരും ശരി, അവരുടെ മുമ്പിൽ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും സുഖം വേണം. പക്ഷേ പലപ്പോഴും സുഖം എന്നുള്ളത് ബാഹ്യമായ ശരീരത്തിൻ്റെ ഭൗതികമായ സുഖത്തിന് പകരം അതിനപ്പുറമുള്ളൊരു മാനസിക സുഖമുണ്ട്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം.
ആ സുഖത്തെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ ചിന്തിച്ചു. അത് എൻ്റെ ഭൗതികമായിട്ടുള്ള സുഖമല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ള ആൾക്കാരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആ സുഖത്തിന് വേണ്ടി ഞാൻ എൻ്റെ സുഖം കുറച്ച് മാറ്റിവെക്കാൻ തയ്യാറാണ്. അങ്ങനെ ബാക്കിയുള്ളവരുടെ സുഖമാണ് എൻ്റെ സുഖം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവൻ സുഖസമ്പന്നമായിട്ടില്ല. സർവേപി സുഖിനോ സന്തു. എല്ലാവർക്കും സുഖമുണ്ട്. സർവേ സന്തു നിരാമയ. എല്ലാവരും നിരാമയാണ്. ആ സർവേ ഭവന്തു. സർവ്വക്കും മംഗളമുണ്ടാകണം, ആർക്കും ദുഃഖമുണ്ടാകരുത്. ഈ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് അതിപുരാതന കാലം മുതൽ നമ്മുടെ ഭാരതം ജീവിച്ചു. ഈ ഒരു തത്വം പറയൽ മാത്രമല്ല, ആ തത്വം പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തക്കമുള്ള ഒരു സമാജ രചന അവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതാണ് നമ്മുടെ കുടുംബം. നമുക്കറിയാമല്ലോ, ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ അമ്മയുടെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എന്താണ്? തൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും സന്തോഷവും സുഖവും ഉണ്ടാകുമ്പോൾ അതിലാണ് എൻ്റെ സുഖം. അതിനുവേണ്ടി എന്തു തന്നെ കഷ്ടപ്പെടാനായിട്ട് അവർ തയ്യാറാകുന്നു. അതേപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ പോയി എത്രമാത്രം കഷ്ടപ്പെടുന്നു. അവർ കൂലിപ്പണി ചെയ്തിട്ടും കഠിനമായിട്ട് പ്രശ്നം ശരീരം വേർത്തൊഴുകിയും തണുപ്പിനും ചൂടിൽ പോയി പ്രവർത്തിച്ചിട്ട് അവർക്ക് ആശ്വാസം എപ്പോഴാണ്? അങ്ങനെ പണം സമ്പാദിച്ച് വീട്ടിൽ വരുമ്പോൾ തൻ്റെ ഭാര്യയും കുട്ടികളും അമ്മയും എല്ലാം സുഖമായിട്ട് കഴിയുന്നു. അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ തനിക്ക് ഭൗതികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങൾ ഒരു കഷ്ടമായിട്ട് തോന്നുന്നില്ല. പലപ്പോഴും നമ്മുടെ പോയി ലോഡിലൊക്കെ പണിയെടുക്കുന്ന ഒരു അഴുക്ക് ചാലിൽ പണിയെടുക്കുന്ന ആൾക്കോട് ചോദിച്ചു നോക്കട്ടെ, നിൻ്റെ ഒരു ചാൺ വയറ് നിറയ്ക്കാനാണെങ്കിൽ നീ എന്തിനത്ര കഷ്ടപ്പെടുന്നു? വേറെ എത്രയോ കാര്യങ്ങളുണ്ടല്ലോ, സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ലേ? എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പെടുന്നു? അയാളുടെ ഉത്തരം എന്തായിരിക്കും? എൻ്റെ ഒരു ചാൺ വയറ് നിറയ്ക്കാനല്ല, എൻ്റെ അമ്മ എനിക്ക് ജന്മം തന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു. അമ്മയ്ക്ക് ഈ സമയത്ത് എനിക്ക് സന്തോഷം കൊടുക്കാനുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, എൻ്റെ അനിയൻ എനിക്ക് വിദ്യാഭ്യാസം നൽകണം, എൻ്റെ അനിയത്തെ എനിക്ക് നല്ലപോലെ വിവാഹം ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. ആ സമയത്താണ് എൻ്റെ സന്തോഷം. ഞാൻ എന്തെങ്കിലും ഇഷ്ടംപോലെ ആഹാരം കഴിക്കുന്നില്ല. ഈ കുടുംബത്തിൽ പരസ്പരം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ സുഖം ത്യജിക്കാനുള്ള ഒരു മനോഭാവം. ഈ കുടുംബഭാവത്തിൽ നിന്ന് ക്രമേണ ചുറ്റുഭാഗത്തുള്ള സമാജത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ കുടുംബം ചില കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാണ്. അത് കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന് സമർപ്പിക്കാൻ തയ്യാറാണ്. ഈ ഒരു കുടുംബഭാവത്തിൽ നിന്ന് വളർന്ന് നമ്മുടെ മനസ്സ് വിശാലമായി നമ്മൾ കൂടിയുള്ള നമ്മുടെ സമാജം, നമ്മുടെ രാഷ്ട്രം, അതിന് സുഖ സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാടുകളും വഹിക്കാൻ തയ്യാറാണ്. ഈ ഒരു ചിന്താഗതി വളർത്താൻ നമ്മുടെ കുടുംബത്തിലോട്ട് അനവധി കാര്യങ്ങളില്ലേ. നമ്മൾ ചിന്തിച്ച് നോക്കൂ. നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള ഒരു വീട്ടിൽ നമ്മുടെ പണ്ട് മുതലൊരു പരിപാടി എന്താ? 5 പേർക്ക് ആഹാരം തയ്യാറാക്കുന്ന സമയത്ത് ആ ആഹാരത്തിന് അരി ഇടുന്നതിന് ശേഷം അമ്മ ഒരു പിടി മാറ്റി വയ്ക്കുന്നു. ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും സന്ദർഭത്തിൽ പട്ടിണിയായിട്ട് വരുന്ന സമയത്ത് ആ ആൾക്കാരും നമ്മുടെ കുടുംബാംഗമാണ്, അവർക്ക് പട്ടിണി മാറ്റാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിന് ഒരു പിടി അരി മാറ്റി വയ്ക്കുന്നു. ഇതേപോലെ തന്നെ അതിഥി ദേവോ ഭവ. അതിഥികളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ തയ്യാറാകുമ്പോൾ വിശന്ന് വലിഞ്ഞു വരുന്ന ആൾക്കാർക്ക് അവർ സാക്ഷാൽ ദേവനാണ് വന്നിട്ടുള്ളത് എന്നുള്ളതെങ്കിൽ ആഹാരം കൊടുക്കാൻ തയ്യാറാകണം. തൽക്കാലം നമ്മുടെ ആഹാരത്തിൽ കുറവാണെങ്കിൽ ശരി, അത് മാറ്റി വെച്ചിട്ട് അവർക്ക് നമ്മൾ സന്തോഷിപ്പിക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യർ മാത്രമല്ല, സർവ്വചരാചരങ്ങളും ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. വിവേകബുദ്ധിയുള്ള മനുഷ്യന് അവനവൻ്റെയും അവൻ്റെ സ്വന്തക്കാരുടെയും സുഖത്തിന് മാത്രം ചിന്തിക്കുന്ന വിവരം ഈ ലോകത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ള ചുമതല. അതുകൊണ്ട് നമ്മുടെ സാധാരണ നിലയ്ക്ക് വിഭവസമൃദ്ധമായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് പല വീടുകളിലും അരിമാവ് കൊണ്ട് അണിവരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അലങ്കാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചുണ്ണാമ്പൂണ്ട് വരച്ചാൽ പോരെ, അരിമാവ് കൊണ്ട് എന്തിനും വരയ്ക്കണം? ആ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്ത് ഉണങ്ങിയ ഇതെല്ലാം എടുത്ത് നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ട് ഇടുന്ന സമയത്ത് കാണുന്നു ധാരാളം പാറ്റകൾ ഉറുമ്പ് വന്നിട്ട് ഈ ആഹാരം കൊണ്ടുപോകുന്നു. ഉറുമ്പിനും പാറ്റയ്ക്കും പോലും ആഹാരം കൊടുക്കാൻ ഉത്തരവാദിത്വം. ഞാൻ സന്തോഷിക്കുന്ന സമയത്ത് അതിനും ആഹാരം കൊടുക്കണം. അനവധി വീടുകളിൽ ഇന്നും സമ്പ്രദായമുണ്ട്. വീടിന് മുകളിൽ വേനൽക്കാലത്തെ പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നു, അവിടെ അരി കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഈ പറവകൾക്ക് ആഹാരം, അരിയും അതേപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് വെറും ദേവനെ പോയി ആരാധിക്കുന്നതിന് പകരം അവിടുത്തെ കുളത്തിൽ പോയിട്ട് നമ്മൾ മീനിന് ഊട്ടി നടത്താൻ തയ്യാറാകുന്നു. ഈ വക കാര്യങ്ങളിൽ കൂടിയിട്ട് സർവ്വചരാചരങ്ങൾക്കും സുഖം വേണം. ഞാൻ എൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ഈ തരത്തിലുള്ള ശ്രേഷ്ഠമായ ആചാരങ്ങൾ കൂടിയിട്ട്
അത്യന്തം അത്യുന്നതമായ ആശയങ്ങൾ നമ്മുടെ സമാജത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ലോകത്ത് ഈ ഭാരതത്തിൽ നിന്ന് നമ്മുടെ സൈന്യം ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവരെ ആക്രമിക്കുക, കീഴടക്കുക, അവിടുത്തെ രാജ്യങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇവിടുത്തെ ഐശ്വര്യ ആക്രമണികൾ വന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും പോയിട്ട് അവരുടെ ജീവിതം ദുരന്തപൂർണ്ണമാക്കാൻ, ആ രാജ്യത്തെ ആക്രമിച്ച് ആ രാജ്യത്തെ കൊള്ള ചെയ്യാൻ ഭാരതത്തിന് പോകില്ല. മറിച്ച് നാനാഭാഗങ്ങളിൽ നിന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മതത്തിനെതിരെയുള്ള ഇസ്ലാമിക ആക്രമണം എന്ന സമയത്ത് അനവധി രാജ്യങ്ങളിൽ നിന്ന് അവർ അഭയാർത്ഥികളുടെ ഭാരതത്തിൽ വന്നു. യഹൂദന്മാർക്കെതിരായ ആക്രമണ സമയത്ത് അവർ ഭാരതത്തിൽ വന്നു. നമ്മുടെ രാജാക്കന്മാർ അങ്ങനെ അഗതികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാൻ തയ്യാറായി. അവരുടെ ആചാര വിശ്വാസം, അവരുടെ ആരാധനയ്ക്കനുസരിച്ച് സൗകര്യം ചെയ്തു കൊടുത്തു. ഈ രീതിയിൽ ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ എക്കാലത്തും അഭയം നമ്മുടെ നാട്ടിലായിരുന്നു. അതേസമയത്ത് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു, ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ദശരഥനും അതുപോലുള്ള ആൾക്കാർ ദേവലോകത്ത് പോയിട്ട് ആസുരിക ശക്തിയെ നശിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പരാക്രമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാമുള്ള രാജ്യം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പുരാതന പാരമ്പര്യങ്ങളെല്ലാം മറന്ന് നിസാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ആരാണ് ശത്രു ആരാണ് മിത്രം എന്നറിയാതെ തമ്മിൽ കലഹിച്ച് ശത്രുക്കൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തയ്യാറായ സമയത്താണ് നമ്മൾ ഒരു പ്രാകൃതരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അടിമയായി കഴിയേണ്ടി വന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാടിൻ്റെ പൂർവികത, പാരമ്പര്യം, നമ്മൾ ആരാണ്, നമ്മുടെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളൊരു ബോധം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കാര്യത്തിന് അതീതമായിട്ട് താൽക്കാലികമുള്ളൊരു ആവേശം മാത്രം പോരാ, ഈ ഭാവത്തോടു കൂടിയുള്ള സംഘടിത സമാജം ഈ നാട്ടിലുണ്ടാകണം. അതിന് മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും കാത്തുരക്ഷിക്കാൻ സാധിക്കൂ. ആ നിലയ്ക്ക് താൽക്കാലികമായി വൈദേശികതയെ പുറത്താക്കുന്നതിന് പകരം ഈ നാടിൻ്റെ തനിമയോടുകൂടി, പാരമ്പര്യത്തോടുകൂടി, ആത്മബോധത്തോടുകൂടി നമ്മുടെ നാട്ടിലെ സമാജം സംഘടിക്കണം എന്നായിരുന്നു. ഇതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. വിദേശത്ത് നിന്ന് വന്ന് ഈ നാട്ടിൽ അദ്ദേഹം പറയുന്നു, വിദേശ രാജ്യത്ത് എന്നെ ആകർഷിച്ചത് ഏറ്റവും അവരുടെ നാട്ടിൻ്റെ സംഘടിത ശക്തിയാണ്. പരസ്പരം വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ നാടിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യം വരുന്ന സമയത്ത് എല്ലാ വ്യത്യാസങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സ്വഭാവം, അതാണ് ആ രാജ്യത്തിൻ്റെ ശക്തി. നമ്മുടെ നാടിൻ്റെ ദുർബലത ഈ സംഘടിത ശക്തിയുടെ അഭാവമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന സമയത്തിന് അദ്ദേഹം അതിൽ നിന്നെല്ലാം പിന്മാറി 100 വർഷം മുമ്പ് ഒരു സംഘടന ആരംഭിക്കുന്ന സമയത്ത് അതിന് തങ്ങളുടെ സംവിധാനം, വലിയ പ്രചാരം, ധനശക്തി, കേന്ദ്രം, പ്രചാരം, ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10-35 വയസ്സ് പ്രായമുള്ളൊരു വ്യക്തി, അതിനൊക്കെ അത്രയും പ്രായമുള്ളൊരു 10, 16, 17 വയസ്സുള്ള കുട്ടികൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് വരിക, ഒരുമിച്ച് വന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് ഒരൊറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ സ്വഭാവമില്ല. അത് ഈ നാട്ടിലെ ആ രീതിയിൽ ഒരുമിച്ച് വരുന്നൊരു സ്വഭാവം ഉണ്ടാക്കലാണ് ഈ നാടിൻ്റെ ആത്യന്തികമായ മുന്നേറ്റത്തിന് ആവശ്യം എന്ന് ചിന്തിച്ച് യാതൊരു പ്രചരണവും കാര്യങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ 10-15 യുവാക്കന്മാർ ഒരുമിച്ച് കൂട്ടി കളികൾ ആരംഭിച്ചു. ആ 17 ഒരുമിച്ച് കൂട്ടി യുവാക്കന്മാരോട് പറഞ്ഞു, ഇന്ന് നമ്മളൊരു സംഘടന ആരംഭിക്കുക. അതിൻ്റെ പേര് പോലും നിശ്ചയിച്ചിരുന്നില്ല. നമ്മളൊരു സംഘടന ആരംഭിച്ചു, നിത്യേന നമ്മൾ വരണം. ആ വരുന്ന സമയത്ത് തമ്മിൽ അകന്നു പോകുന്നതിന് പകരം ഒരുമിച്ച് കൂടി നമ്മുടെ കൈയും കാലും മനസ്സും എല്ലാം പ്രവർത്തിക്കാത്ത കൊണ്ട് ചില പരിപാടികൾ നടത്തണം. നാടിൻ്റെ ശക്തിക്ക് വേണ്ടി ശാരീരിക ശക്തി സമ്പാദിക്കണം. ഈ നാടിൻ്റെ പൂർവ്വ ചരിത്രം മനസ്സിലാക്കിയുള്ള ബുദ്ധിശക്തി ഉണ്ടാകണം. അതിനുവേണ്ടി സർവസ്വം സമർപ്പിക്കാനുള്ള ആത്മീയ ഭാവം വളരണം. ഈ തരത്തിലുള്ളൊരു പരിപാടി 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി വിജയദശമി ആരംഭിച്ചു. ആ സമയത്ത് സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് ഡോക്ടർ അറിയുന്ന ആൾക്കാർ പറഞ്ഞു, ഇദ്ദേഹത്തിനെ വെട്ടുപിടിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനം വിട്ട് പിന്മാറി കുട്ടികളെ കൂട്ടി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കളിയാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം നിരന്തരമായിട്ട് പ്രവർത്തിച്ചു. സംഘം തുടങ്ങി 15 വർഷം മാത്രമേ ഡോക്ടർജി ജീവിച്ചുള്ളൂ. 1925 1940 ഡോക്ടർ ലോകത്തോട് വന്നു. സാധാരണ സംഘടനകളുടെ സ്വഭാവം എന്താ? ഒരു വ്യക്തി സംഘടന ആരംഭിച്ച ഒരു 10-15 വർഷം കഴിഞ്ഞാൽ സംഘടനയുടെ സ്ഥാപകൻ ഇല്ലാതായാലും അതോടുകൂടി സംഘടന നശിച്ചു. അതല്ലെങ്കിൽ പലപ്പോഴും
ആ സ്ഥാപകൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത കൂടി സംഘടനകൾ പിളർന്ന് പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും കാണാം, വളരെ ആവേശത്തോടെ ആരംഭിച്ച ശക്തികളുടെ ഇന്ന് ലോകത്തെ ചിത്രത്തിൽ തന്നെയില്ല. അനവധി രാഷ്ട്രീയ സംഘടനകൾ പേര് ഭിന്നിച്ച് പോകുന്ന ഒരു സമയം. പക്ഷെ 100 വർഷമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം അങ്ങനെ മുന്നോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ജി മരിച്ചു 1940. 10-15 പ്രായമുള്ള കുറേ കുട്ടികൾ ഒരുമിച്ച് കൂട്ടുന്നത് കരയാണ്. ആ കരയുന്ന സമയത്ത് അവരുടെ വീട്ടിൽ അമ്മ വന്ന് പറഞ്ഞു, നിങ്ങളിതിനാ കരയുന്ന, ഡോക്ടർ ജി മരിച്ചു, ഇതോട് നിങ്ങളുടെ സംഘടനയ്ക്ക് ഇല്ലാതായില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആ 16-17 വയസ്സുള്ള ഒരു കുട്ടി എഴുന്നേറ്റ് അമ്മ എന്താ പറഞ്ഞ്, ഡോക്ടർ ജിയോട് കൂടി സംഘം നശിച്ചെന്നു. ഡോക്ടർ ജി ഈ സംഘടന വളർത്തിയത് ഡോക്ടർ ജിയോട് കൂടി പോകാനില്ല, ഞങ്ങൾ ഡോക്ടർ ജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കും, ഞങ്ങൾ പോകും. ആ കാലഘട്ടത്തിൽ ഇതുപോലെ തുടങ്ങിയ പ്രവർത്തനം ഒരു 15 വർഷത്തിനുള്ളിൽ തന്നെ സംഘം വളർന്നു. 10-20 വയസ്സ് വരെ ഒരു വിദ്യാഭ്യാസം പൂർത്തിയായി ഡിഗ്രി എടുത്തു. അവർക്ക് അതേപോലെ തന്നെ വളരെ ഉയർന്ന നിലയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡോക്ടർ ജിയുടെ ജീവിതം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ പ്രവർത്തനം വളർത്തും. അങ്ങനെ ഉത്തർപ്രദേശിലേക്കും പഞ്ചാബിലേക്കും എല്ലാം തന്നെ സംഘത്തിൻ്റെ യുവാക്കന്മാർ സംഘപ്രവർത്തനമായിട്ട് പോയി. സംഘം വളർന്നു. ഇന്ന് 100-ാം വർഷം നടക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം വളരില്ല എന്ന് കളിയാക്കിയത്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ 1942 ഇവിടെ സംഘം തുടങ്ങാൻ വന്ന സമയത്ത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. അവർ കളിയാക്കി പറഞ്ഞത്, ഈ പരിപ്പ് ഈ നാട്ടിൽ വേവുകില്ല മോനെ RSSകാരാ എന്നുള്ള മുദ്രാവാക്യം. ഇത് കേരളമാണ്, ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. പക്ഷേ നമ്മളെ എതിർക്കുന്ന മതശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്നത് എന്താ, കേരളത്തിന് സംഘം വളർന്നിരിക്കുന്നു, സംഘം വല്ലാതെ വളരുന്നു, നമ്മൾ വേറെ നിന്ന് എതിർക്കുന്നവരും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഈ സംഘത്തെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പരിശ്രമിക്കുന്നത്. ഈ നിലയ്ക്ക് സംഘം ഇന്ന് ഭാരതമാസകലം ഏകദേശം 1 ലക്ഷം ഗ്രാമങ്ങളിൽ ഇതേപോലെ യുവാക്കന്മാർ, ബാലന്മാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ നിത്യേന ഒരു തപസ് പോലെ അതാത് സ്ഥലത്ത് കൂടുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ഭാഷ സംസാരിക്കുന്നതും ശരി, സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരിക്കൽ മഹാത്മാഗാന്ധിജി നമ്മുടെ നാട്ടിൽ ഹരിജനങ്ങളും അതേപോലെ തന്നെ ഹരിജനങ്ങൾ എല്ലാത്തിനും തമ്മിൽ താഴ്ന്നവരും തമ്മിൽ വഴക്കുണ്ട്, അതുകൊണ്ട് ഹരിജനോദ്ധാരണം എന്നുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തു. 1931 വാർധയിൽ നടക്കുന്ന സംഘത്തിൻ്റെ ഒരു ക്യാമ്പ്, അത് കാണാനായിട്ട് മഹാത്മാഗാന്ധി നമ്മൾ ക്ഷണിച്ചു. അദ്ദേഹം വന്ന പരിപാടിയിൽ അങ്ങനെ യുവാക്കന്മാരായിട്ടുള്ള ആൾക്കാരെ ആവേശത്തോടുകൂടി വ്യായാമം പരിപാടികൾ ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തിന് സന്തോഷമായി. ആ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഹരിജനങ്ങളുണ്ടോ എന്നായിരുന്നു. നമ്മുടെ സ്വയംസേവകരുടെ മുഖത്ത് അത്ഭുതമായി. അവർ പറഞ്ഞു, ഞങ്ങൾ ഹരിജനങ്ങളുടെ ആൾക്കാരില്ലാത്തവർ നോക്കാറില്ല, ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്, ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്, എന്താണ് അവരുടെ ആരാധനാ രീതി, എന്താണ് അവരുടെ ജാതി ഞങ്ങൾ ചോദിക്കാറ്. പക്ഷേ അന്നത്തെ ചില ആൾക്കാരൊക്കെ പരിചയപ്പെട്ട സമയത്ത് അവരുടെ പേര്, അവരുടെ നിറം, ഈ കാര്യങ്ങളിൽ നിന്ന് ആരാണ് ഹരിജൻ ആരാണ് ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കും. രാമസ്വാമി എന്ന് പറഞ്ഞാൽ അയാൾ ഉയർന്ന ജാതിയിലെ ആളാണ്. രാമദാസ് എന്ന് പറഞ്ഞാൽ അയാൾ താഴ്ന്ന ജാതിയിലെ ആളാണ്. അതേപോലെ തന്നെ കറുത്ത നിറം, വെളുത്ത നിറം, ഈ കാര്യങ്ങളും നിറങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേര് ചോദിച്ചാൽ ചില ആൾക്കാർ, നിങ്ങൾ ഹരിജനങ്ങളിൽ വെച്ച് വരുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രാഹ്മണരാണ്, ഈ അടുത്തിങ്ങനെയുള്ള ആൾക്കാർ, ജാതി താണ ആൾക്കാർക്ക് നിങ്ങൾ വിഷമം, ഞങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടില്ല. ഇതാണ് സ്വയം സേവനം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പരിശ്രമം കൊണ്ട് ഹിന്ദു സമുദായത്തിൽ ഹരിജനങ്ങളും അല്ലാത്തവരെന്നുള്ള വ്യത്യസ്തത ഉണ്ടാക്കിയെങ്കിൽ ഈ ഒരു ജാതിയെ പറയാതെ തന്നെ നിങ്ങൾ ഈ സമാജത്തിൻ്റെ സംഘടന, അത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ അംബേദ്കർ നമ്മുടെ സംഘത്തിൻ്റെ പരിപാടിയിൽ വന്ന സമയത്തും അടുത്തിരിക്കുന്ന ആൾ ഏത് ജാതി എന്ന് പോലും ചിന്തിക്കാതെ മനസ്സിൻ്റെ ഏകീകരണം സൃഷ്ടിച്ച നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ശ്ലാഘനീയമാണ് എന്നായിരുന്നു. അത്ഭുതകരമാണ് ഈ കാര്യം. ഈ രീതിയിൽ ശാന്തമായി പ്രവർത്തിച്ച് വളർന്ന സംഘടന ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വളർന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ഭാരതത്തിന് പുറമേ പോയിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള ആൾക്കാർ അവിടെയും ഈ ഹിന്ദു ധർമ്മം, സനാതന ധർമ്മത്തിൻ്റെ ആ ഒരു സംഘടിത ശക്തി ഉണ്ടാക്കാൻ അവർ പ്രവർത്തിച്ചു. ആദ്യം അവിടുത്തെ രാജ്യങ്ങൾക്ക് ഇവരോട് എന്തോ സംശയം തോന്നിയിരുന്നെങ്കിലും പിന്നീട് സ്വയംസേവയുടെ പ്രവർത്തനം
ആ രാജ്യത്തിൻ്റെയും കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നതിലേക്ക് അവരെല്ലാവരും ഇന്ന് പിന്തുണയ്ക്കാൻ തയ്യാറാവും. ഈ രീതിയിലുള്ള സ്വയം സേവനെ വളർത്തുമ്പോൾ ഒരു സംഘടിത മിലിറ്ററി ഉണ്ടാക്കാനല്ല, സ്വയം സേവകൻ്റെ മുമ്പിൽ സമാജത്തിന് പ്രഥമമായിട്ടുള്ള കാര്യം കൊടുക്കണം. ഈ ഒരു ഭാവം സംഘത്തിൻ്റെ ശാഖയിൽ വളർത്തുന്ന കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഉത്തരാഖണ്ഡ് ആ പ്രദേശത്തെ മേഘവിസ്ഫോടനം കാരണം അനവധി പ്രദേശങ്ങൾ കുത്തിയൊലിച്ച് പോകുന്ന സമയത്ത്, നമ്മുടെ ആന്ധ്രയിൽ ഭയങ്കരമായിട്ട് തൂഫാൻ വലിയ കൊടുങ്കാറ്റുണ്ടായ സമയത്ത്, ഗുജറാത്ത് ഭാഗത്തോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഭാഗത്തുള്ള അണക്കെട്ട് തകർന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ സുനാമി വന്ന സമയത്ത്, ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടത്, ഈ സമയത്തെല്ലാം തന്നെ ആരെങ്കിലും പട്ടാളക്കാർ പോലും അവിടെ ഓടിയെത്തുന്നതിന് മുമ്പ് സ്വയം സേവകർ ആയിരക്കണക്കിന് ഓടി ചെല്ലുന്നു. അവരവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് തയ്യാറാണ്. ആരും വിളിച്ചു കൊണ്ടിട്ടില്ല, അവർക്ക് എന്തെങ്കിലും പാരിതോഷികം കിട്ടുന്ന വിചാരത്തോട് കൂടിയിട്ടല്ല ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അത്ഭുതമാണ്. അതേപോലെ തന്നെ വിമാന അപകടം, റെയിൽവേ അപകടം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള യുദ്ധം വരുന്ന സമയത്ത്, പാകിസ്ഥാനും ഭാരതവുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാരുടെ കൂടെ അതിർത്തി പ്രദേശത്ത് നിന്ന് അവർക്ക് ചൂട് ചായ പകർന്നു കൊടുക്കാനും അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സ്വയം സേവകർ പ്രവർത്തിക്കുന്നു. തങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ദേശകാര്യം വരുന്ന സമയത്ത് സർവ്വതും മറന്ന് മുന്നോട്ട് പോകാനുള്ള കാഴ്ച ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സംഘത്തിൻ്റെ ശക്തി അവർ അംഗീകരിക്കാൻ തുടങ്ങി. അനവധി മുസ്ലിം, ക്രിസ്ത്യൻ അവർ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് ഒരു മതമാണ് എന്നതിന് പറയും. അതിന് പകരം നമ്മൾ ചിന്തിക്കുന്നു ഈ ഭാരതത്തിൻ്റെ മക്കളുടെ പേരാണ് ഹിന്ദു. എല്ലാവരും ഹിന്ദുക്കളാണ്. ഇന്നിവിടെ കാണുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യങ്ങളും ആരും തന്നെ അവർ വിദേശത്തു നിന്ന് വന്നവരല്ല. വൈദേശിക ആക്രമണകാരികൾ നമ്മുടെ സ്വന്തം ആൾക്കാരെ മതം മാറ്റിക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. ആരാധന മാറിയിട്ടുണ്ടാകാം, പക്ഷെ അവർ നാടിൻ്റെ ദേശീയതാണ്, ഹിന്ദു ദേശം, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സന്തതികളാണ്. ഈ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിച്ചിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വികൃതമായിട്ടുള്ള ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നു, നമ്മുടെ സംഘത്തിൻ്റെ സർസംഘചാലകർ പറയുന്നു 4 തരത്തിലുള്ള ഹിന്ദുക്കൾ ഭാരതത്തിലുണ്ട്. അതിലൊരു വിഭാഗം ആൾക്കാർ ഞങ്ങൾ ഹിന്ദുക്കളാണ്, നമുക്കത് പുരാതനമുള്ളൊരു പാരമ്പര്യമുണ്ട് എന്നാൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ് ഒന്ന്. രണ്ടാമതൊരു ആൾക്കാരുണ്ട്, നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷേ എനിക്കത് പുറത്തു പറയാൻ തയ്യാറില്ല, ഒരു ചെറിയ സങ്കോചം. ഈ ഹിന്ദുക്കളാണെന്ന ബോധമുണ്ടെങ്കിൽ ശരി, പുറത്ത് പറയാൻ ധൈര്യം കാണിക്കാത്തതാണ് രണ്ടാമത്തെ കൂട്ടം. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർക്കറിയാം ഹിന്ദുക്കളാണ്, പക്ഷേ അവരുടെ ചില സ്ഥാപിത താല്പര്യത്തിനുണ്ട് ഹിന്ദു സമുദായത്തിനെ തകർക്കണം, സനാതന ധർമ്മത്തെ നശിപ്പിക്കണം, ഗണപതി മിത്താണ് എന്നൊക്കെ പറഞ്ഞ ആചാരമുണ്ട്. ഈ ഒരു കാര്യത്തെ തകർത്താൽ അവർക്ക് പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയുള്ള ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദുവാണെന്നുള്ള ബോധമുണ്ടെങ്കിലും ഹിന്ദുത്വത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ. നാലാമതൊരു വിഭാഗമുണ്ട്, അതാണ് മതം മാറി ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളാണെന്നുള്ള ബോധം അവർക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർ. അവരുടെ മനസ്സിൽ ഈ ഹിന്ദുത്വ ബോധം, നിങ്ങൾ ഹിന്ദു എന്നുള്ളത് മതം, നിങ്ങൾ ഏത് ആരാധനത്തിൽ, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത് ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്ത് വീഴുന്ന ജലം പല നദികൾ കൂടി ഒരേ സാഗരത്തിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ഏത് ദേവനെ ആരാധിച്ചാലും ശരി ഒരേ ലക്ഷ്യത്തിലാണ് എത്തിച്ചേരുക എന്ന് ചിന്തിക്കുന്നതിൻ്റെ നമ്മൾ ആരാധന തടസ്സമല്ല. അനവധി തരത്തിലുള്ള ആരാധന സമ്പ്രദായിക ഭാരതത്തിലുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഏത് ആരാധന നടത്തിയാലും ഈ അമ്മയുടെ മക്കളാണ്, നമ്മൾ സഹോദരന്മാരാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടാകും. അതിന് പകരം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിദേശത്തു നിന്ന് വന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ വേറെയാണ്, അവർ നിങ്ങളെ നശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ബാക്കി ഹിന്ദുക്കളെ പരിശ്രമിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിർഭാഗ്യവശാൽ സ്വാർത്ഥ തൽപരരായിട്ടുള്ള നമ്മുടെ രാജ്യനേത ഇങ്ങനത്തെ ഒറ്റ ആൾക്കാരങ്ങനെ പ്രവർത്തിക്കുന്നു. എല്ലാം ഒന്നാണ്, സർവ്വചരാചരങ്ങളുടെയും ചൈതന്യം ഒന്നാന്ന് പറയുന്ന ഹിന്ദു അവൻ വർഗീയമാണ്, എൻ്റേത് മാത്രമാണ് ശരി, ബാക്കിയൊക്കെ തെറ്റാണ്, അതുകൊണ്ട് ബാക്കിൽ വരുന്ന മതം മാറ്റിയെടുക്കാൻ നമ്മുടെ അവകാശമാണ് എന്ന് ചിന്തിക്കുന്നത് മതേതരത്വം. ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാഖ്യാനം. ഇതിൻ്റെ പുറത്തെ നമ്മൾ മനസ്സിലാക്കുകയും ഈ കാര്യങ്ങൾ ശരിയാകണമെന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് മാറി നിൽക്കുന്ന ആ ആൾക്കാരും ഹിന്ദു ആണെന്നുള്ള ബോധം ഉണ്ടാകണമെങ്കിൽ ഹിന്ദുത്വ അഭിമാനമുള്ള ആൾക്കാരുടെ സംഘടിത ശക്തി വേണം. അതിൽ കൂടിയിട്ട് ശക്തി കാണുന്ന സമയത്ത് അഭിമാനമില്ലാത്ത ആൾക്കാരും ആ ഒരു അംഗീകാരം ചെയ്യാൻ തയ്യാറാവും. മൂന്നാമത്, ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കാനുള്ള അത്തരം ഹിന്ദുവായിട്ടും ഹിന്ദു സമുദായം വരുമ്പോൾ അത്തരം ശക്തികൾക്ക് ഈ നാട്ടിലെ നിലനിൽപ്പല്ലാതെ ആകാനുള്ള ഒരു ശക്തി, ആ സംഘടിത ശക്തി നമുക്ക് ആർജിക്കാൻ സാധിക്കും.
സ്വാഭാവികമായും ഈ ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരെയും എതിർക്കാനല്ല, എല്ലാവരും ഉൾക്കൊള്ളലാണെന്ന് വരുന്ന സമയത്ത് തൽക്കാലം വഴിമാറ്റി നിൽക്കുന്ന ആൾക്കാരും അതും സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് സംഘടനാ ശക്തി, ആ ശക്തിയാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സംഘടന ഉണ്ടാക്കാൻ പരിശ്രമിക്കും. നമ്മളിത് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് ക്രമേണ ആ ഒരു ശക്തിയെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ കാണാം, ഭാരതം മുഴുവൻ 1,00,000 ഗ്രാമങ്ങളിൽ ഇതുപോലെ സംഘശാഖ നടക്കുന്നു. നാടിൻ്റെ ഏത് പ്രശ്നം വരുന്ന സമയത്തും മറ്റെല്ലാം വരെ മുന്നോട്ട് വരാൻ തയ്യാറാവുന്നു. ഈ കാഴ്ച കണ്ടിട്ട് ലോകം ക്രമേണ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശാഖ തുടങ്ങാൻ പോലും സാധ്യമല്ലാതെ എന്ന സ്ഥലത്ത് ഇന്ന് സംഘത്തിൻ്റെ ഒരു സ്വീകാര്യത വന്നിരിക്കുന്നു. നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങൾ ഈ വളർച്ചയുണ്ടായി. ഒന്ന്, സംഘടന വ്യക്തിയെ വളർത്തുക. സ്വഭാവശുദ്ധി, ആദർശവാദം, ദേശസ്നേഹം, ദൃഢനിശ്ചയം, സമർപ്പണ മനോഭാവം, ഈ തരത്തിലുള്ള വ്യക്തികൾ അവർ നാട്ടിലുണ്ടാകും. ആ വ്യക്തികളുടെ മാതൃക കണ്ടിട്ട് ബാക്കിയുള്ളവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് 1925 മുതൽ 1940 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേവലം ശാഖ, വേറെ ഒന്നുമില്ല, സംഘം എന്ന് വെച്ചാൽ ശാഖ, ശാഖ എന്ന് വെച്ചാൽ പരിപാടി, പരിപാടി വെച്ചാൽ സ്വയംസേവ വികാസം, ഈ കാര്യത്തിൽ മാത്രം ഊന്നൽ പ്രവർത്തിച്ചിരുന്നു. 1947 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നമ്മുടെ നാട് ദൃശ്യമുണ്ട്. അതേവരെ ഭാരതഭൂമി നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ സ്വന്തം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ സമ്മതത്തോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിൽ ഈ ഭാരതത്തെ വിഭജിച്ചു. പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര്. ആ തലേനാൾ വരെ ഈ ഭാരതത്തിൻ്റെ സന്തതികളാണെന്ന് വിചാരിച്ച അനവധി ഹിന്ദുക്കൾക്ക് അതിക്രൂരമായ അപമാനം അവർ സഹിക്കണം. അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നിർത്തിയില്ല തോന്നുന്നു. ലക്ഷാവധി ആൾക്കാർ അഭയാർത്ഥികളായിട്ട് ഭാരതത്തിലേക്ക് ഒഴുകി വന്നു. അനവധി അമ്മമാർക്ക് അവരുടെ മാതൃത്വം അവരുടെ നഷ്ടപ്പെട്ടു, ചാരിത്രം നഷ്ടപ്പെട്ടു. സ്വന്തം വീട്ടിലില്ലാതെ, എല്ലാം ഇല്ലാതെ, ഓടിതുണിക്ക് മറുതുണിയില്ലാതെ ഭാരതത്തിലേക്ക് വന്നു. ഈ സമയത്തും അവരെ ഭാരതത്തിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ നമ്മുടെ സ്വയംസേവകർ പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ ഏകദേശം 5000-ഓളം സ്വയംസേവകർ അവിടെ ജീവാഹുതി ചെയ്തു നമ്മുടെ ഹിന്ദു സഹോദരന്മാരെ രക്ഷിക്കാൻ. ഒന്നുമില്ലാതെ വന്നുള്ള നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും അവർക്ക് താമസിക്കാൻ, അവർക്ക് ആഹാരം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ, അവർക്ക് ആവശ്യമായുള്ള മരുന്ന് നൽകാൻ അന്നത്തെ ഗവൺമെൻറ് പോലും പരാജയപ്പെട്ട സമയത്ത് സംഘത്തിൻ്റെ സ്വയംസേവകർ ജനങ്ങളെ സമ്പർക്കം ചെയ്ത് അവരുടെ സഹകരണത്തോടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ തയ്യാറായി. ആൾക്കാർക്ക് മനസ്സിലായി. സ്വാഭാവികമായും നമ്മുടെ സംഘത്തിലെ ചില ആൾക്കാരുടെ മനസ്സിൽ ചിന്ത വന്നു. 1948 മഹാത്മാഗാന്ധി കൊന്ന സംഘമണ്ണിൽ യാതൊരു തെരുവുകളില്ലാതെ നമ്മുടെ നാട്ടിൻ്റെ പ്രധാനമന്ത്രി, സത്യമേവ ജയത എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചു RSSകാരനാണ് ഗാന്ധിയെ കൊന്നത്. ഒരു തെളിവോ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നതിന് മുമ്പ് പിറ്റേ ദിവസം പത്രത്തിൽ കൂട്ടിയിട്ടും റേഡിയോയിൽ കൂട്ടിയിട്ടും പറഞ്ഞു RSSകാരൻ ഗാന്ധിയെ കൊന്നു. സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം നടന്നു. സംഘത്തിൻ്റെ സ്വയംസേവകരുടെ വീട് ആക്രമിക്കുക, സ്വയംസേവകർ റോൾ വെച്ച് അടിച്ചു കൊല്ലുക, അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക, ഈ തരത്തിലുള്ള പരിപാടികൾ നടന്നു. ആ സമയത്ത് വേണമെങ്കിൽ സ്വയംസേവകർക്ക് ശക്തി തിരിച്ചു പഠിക്കാമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് അദ്ദേഹത്തെ മഹാത്മാഗാന്ധി എന്ന കൊലപാതകത്തിൽ ഋഷിതുല്യനായിട്ടുള്ള ഗുരുജിയെ 307-ാം വകുപ്പനുസരിച്ച് അറസ്റ്റ് ചെയ്ത് 302-ാം വകുപ്പനുസരിച്ച് ജയിലിലേക്ക്. പക്ഷേ ജയിലിൽ പോകുന്നതിന് ഗുരുജി സ്വയംസേവകർക്ക് ഒരു ആഹ്വാനം കൊടുത്തു, ബി കാം അറ്റ് ആൾ കോസസ്. എന്ത് സംഭവിച്ചാലും ശരി സ്വയംസേവകർ ശാന്തമായിട്ട് സഹിക്കാൻ തയ്യാറാണ്. ഒരു കാരണവശാലും നമ്മൾ പ്രതിക്രിയ തയ്യാറാകരുത്. അത് അക്ഷരം പ്രതി ബാധിച്ച സ്വയംസേവകർ സഹിച്ചു. അതുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സിവിൽ വിപ്ലവം, ആഭ്യന്തര കലാപം അതുണ്ടാകും നമ്മുടെ ഭാരതത്തെ, നമ്മുടെ സർസംഘചാലകം രക്ഷപ്പെടും. അത് കഴിഞ്ഞ് സംഘം വളർന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, സംഘടനയിൽ കൂടി നമ്മൾ വ്യക്തികളെ വളർത്തിയെടുത്തു. ഈ വ്യക്തികൾ സമാജത്തിലെ പ്രവർത്തനത്തിന് വേണ്ടി പോകണം. അതുകൊണ്ട് രാജ്യനൈതിക രംഗത്ത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യനൈതിക പ്രസ്ഥാനം, സത്യം എന്നൊക്കെ പറയൽ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ട് ശ്യാമപ്രസാദ് മുഖർജി, നമ്മുടെ സംഘത്തിൻ്റെ ദീനദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി, ഈ തരത്തിലെല്ലാം കൂടി രാഷ്ട്രീയ രംഗത്ത് ഭാരതീയ ജനസംഘത്തിന് രൂപം കൊടുത്തു. അതാണ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് മാറിയത്. സംഘത്തിൻ്റെ ഒരു വാലായിട്ടല്ല, സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത് നടക്കണം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി സ്വയംസേവകർ അത് ചെന്ന് അവരൊരു പ്രവർത്തനം ഉപയോഗിച്ചു. ഈ നാട്ടിൽ തൊഴിലാളി മുതലാളി തമ്മിൽ ശത്രുക്കളാണ്.
ഉള്ളവനും ഇല്ലാത്തവനും ശത്രുവാണ്. അതുകൊണ്ട് ശത്രുക്കൾ നമ്മുടെ സംഘർഷം അനിവാര്യമാണ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, അതിന് പകരം നമ്മളെല്ലാം ഒരു കുടുംബമാണ്, ഒരമ്മയുടെ മക്കളാണ്, നമ്മുടെ താല്പര്യം വ്യത്യസ്തമല്ല, നമ്മുടെ എല്ലാവരുടെയും താല്പര്യം നാടിൻ്റെ താല്പര്യമാണ് എന്നുള്ള നിലയ്ക്ക് കുടുംബ മനോഭാവം വളർത്തുന്ന, സംഘർഷത്തിന് പകരം സമന്വയത്തിൻ്റെ സിദ്ധാന്തം വരുന്ന തൊഴിൽ പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘം രൂപീകരിച്ചു. വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ്. ഇന്ന് നമുക്ക് സുഖിച്ച് നടക്കാം, നാളെ നമ്മൾ നോക്കണ്ടു എന്നതിന് പകരം വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല, ഇന്നത്തെ പൗരന്മാരാണ്. ഇന്നത്തെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കാളികളാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ രാജ്യസ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വമൊന്നും വളർത്താനുള്ള നമ്മൾ വിദ്യാർത്ഥി പരിഷത്ത് ആരംഭിച്ചു. വനവാസി മേഖല, വനവാസികൾ അവർ മറ്റുള്ള ആൾക്കാരാണ് എന്നതിന് പകരം നഗരവാസികൾ, ഗ്രാമവാസികൾ, വനവാസികൾ, അതേപോലെ തന്നെ കടൽവാസികൾ, നമ്മളെല്ലാം ഒന്നാണ്. ആ വനവാസികളുടെ ഇടയിൽ അവരുടെ ജീവിതം സുഖസമ്പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട്. വനവാസി കല്യാണാശ്രമം ആരംഭിച്ചു. ഇങ്ങനെ സംഘത്തിൻ്റെ സ്വയം സേവകർ വിവിധ മേഖല, സാഹിത്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാം കയറി ചെന്ന് ഇന്ന് ഏകദേശം 30ഓളം സംഘടനകൾ വിവിധ മേഖലകളിൽ ഈ ഒരു കുടുംബ ഭാവത്തോടു കൂടിയിട്ട് അജം നിജ പരോവേദി ഗണനാം ലഘുചേതസാം ഉദാരചരിതാനാംസു വസുദൈവ കുടുംബകം. അതവൻ്റെ, ഇതെൻ്റെ എന്ന് ചിന്തിക്കുന്നത് അല്പ മനസ്സിൻ്റെ സ്വഭാവമാണ്. ഉദാര മനസ്സെന്താണ്? ലോകം മുഴുവൻ വസുദൈവ ലോകം മുഴുവൻ ഒറ്റ കുടുംബമാണ്. ഈ ഒരു മനോഭാവത്തോടു കൂടിയിട്ടുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ വിദേശ രാജ്യത്തും നമ്മുടെ അവിടെ ലോകത്താണെങ്കിൽ ഞങ്ങളെല്ലാം കുടുംബമാണ്, വസുദൈവ കുടുംബം, ലോകം മുഴുവൻ ഒറ്റ കുടുംബമാണെന്നുള്ള ഭാഗത്തോട് അവിടെ നമ്മൾ സംഘപ്രവർത്തനം നടക്കും. ഇന്ന് 1947 ശേഷം ഈ രീതിയിലുള്ള വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളെല്ലാം നടന്നു. മൂന്നാമത് 1975 നമ്മുടെ നാട്ടിലെ ഒരു അധികാരമോഹിയുള്ള ഭരണാധികാരി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അവരും ചിന്തിച്ചു അവരുടെ അടിയന്തരാവസ്ഥ ഏകാധിപത്യം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ RSS സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അമേരിക്കയുടെ സ്വാധീനത്തോടുകൂടി ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംഘത്തെ നിരോധിച്ചു. ആയിരക്കണക്കിന് സ്വയം സേവകർ, 10,000 സ്വയം സേവകർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ആ സമയത്ത് ഇവിടുത്തെ എന്താണ്, പൗര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ജനാധിപത്യ അവകാശങ്ങളില്ല. ഈ ജനാധിപത്യ അവകാശങ്ങളും പൗര സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പരിശ്രമത്തിൽ സംഘത്തിൻ്റെ സ്വയം സേവകർ അവർ പ്രവർത്തിച്ചു, സത്യാഗ്രഹം നടത്താൻ തയ്യാറായി. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിപ്ലവം പറയുന്ന പ്രവർത്തകർ നിശബ്ദരായിട്ട് നിഷ്ക്രിയമായിട്ട് ഇരുന്ന സമയത്ത് ഈ നാടിൻ്റെ പൗര സ്വാതന്ത്ര്യം നിലനിർത്താൻ സ്വയം സേവകർ പ്രവർത്തിച്ച് അനവധി യാതനകൾ സഹിക്കേണ്ടി വന്നു. അവസാനം അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് നിഷ്കരണം അവർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ഈ കാര്യത്തിന് ശേഷം നമ്മുടെ സംഘം പ്രവർത്തിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലൊരു മാറ്റം വരുത്താനുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജനകീയമായിട്ടുള്ള സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ സേവാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സേവാഭാരതി ആരംഭിച്ചിട്ട് അനവധി സേവാ പ്രവർത്തനത്തിൽ കൂടിയിട്ട് നിരക്ഷരും പാവപ്പെട്ടവരുടെ ആൾക്കാരെ പ്രവർത്തിച്ചു. അവരെയും സാമൂഹത്തിൽ ഈ സേവനം, ഈ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ സാധിച്ചു. ഈ രീതിയിൽ സംഘം വളർന്ന് ഇന്ന് സംഘത്തിനൊരു അംഗീകാരം വന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ 100ാമത് വർഷം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ആഘോഷ പരിപാടി ഉത്സാഹത്തോടു കൂടി പല പരിപാടികൾ നടത്താനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ പരിവർത്തനം ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും എത്താൻ സാധിക്കണം. അതുകൊണ്ട് വലിയ പരിപാടികൾ നടത്തുന്നതിന് പകരം ഇതുപോലെ നമ്മൾ സ്വയം സേവർ ഒരുമിച്ച് വരുന്നു, സ്വയം സേവർ അവിടെ ചെയ്യാൻ എന്താണ് ശാഖയിൽ നടത്തുന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. അതോടൊപ്പം സമൂഹത്തിന് പങ്കാളിത്തം ഉണ്ടാകും. ഓരോ വീട്ടിലെ ഓരോ അമ്മയ്ക്കും നമ്മുടെ ഓരോ ഗൃഹസ്ഥനും ഈ ഒരു സാമൂഹ്യ പരിവർത്തനത്തിൽ പങ്കാളികളാകണം. അതിനുവേണ്ടി നമ്മൾ ചില പദ്ധതികൾ സമൂഹത്തിന് മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതും കൂടി പറഞ്ഞ് ഞാൻ ഈ കാര്യം അവസാനിപ്പിക്കും. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ ശക്തിയുടെ ആധാരം കുടുംബമാണ്. ആ കുടുംബത്തിൽ ഇന്നത്തെ നിലയ്ക്ക് പൊതുവായുള്ള ലോകത്തിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് വേണ്ട രീതിയിലുള്ള ജീവിത മൂല്യം, മനോഭാവം, കുടുംബ സംസ്കാരം ഇന്ന് നഷ്ടപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ സ്നേഹിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് പല രക്ഷിതാക്കന്മാരും അവരുടെ കുട്ടികളെക്കുറിച്ച് ഭയപ്പാടാണ്. അവരെന്ത് പ്രതികരിക്കും, എങ്ങനെ പ്രതികരിക്കും? ഈ തരത്തിലുള്ള ആദരവോ സ്നേഹമോ വൈകാരികതയോ ഇല്ല. ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളും വീട്ടിൽ കുട്ടി വരുന്ന സമയത്ത് കാണുന്ന സ്ഥലം അമ്മയും അച്ഛനും TV കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ചെറിയ പ്രായത്തിൽ പോലും അവർക്ക് മൊബൈൽ കയ്യിലുള്ളത് കൊണ്ട് അവരും അവരുടെ മൊബൈൽ ലോകത്തിലാണ്.
ഒരു അച്ഛനും അമ്മയും കുട്ടികളും നമ്മളുടെ വൈകാരിക ബന്ധം സമൂഹത്തിൽ, നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും നമ്മുടെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശിമാരെ കുട്ടികളൊക്കെ ഒരുമിച്ചിരുത്തി കഥകൾ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അണുകുടുംബങ്ങളായി, പരസ്പര ബന്ധമില്ല, സ്നേഹമില്ല. ഈ ഒരു രീതി മുന്നോട്ട് പോയാൽ നമ്മുടെ സമൂഹത്തിന് ഉയരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്നത്തെ പരിതസ്ഥിതിക്ക് അനുസരിച്ചാലും ശരി, ഈ കുടുംബങ്ങളിൽ നിന്നും ഒരു വ്യക്തിത്വത്തിൽ നിന്നും കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്കുള്ള മനോഭാവം ഉയരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും നമ്മൾ പറയുന്നു, ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഇനി അഥവാ എല്ലാ ദിവസവും സാധിക്കും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ TV ഓഫ് ചെയ്ത് മൊബൈൽ മാറ്റിവെച്ച് ഫുട്ബോളിനെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും പറയാതെ ഒരുമിച്ചിരുന്ന് ചില നല്ല കാര്യങ്ങൾ, നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച്, നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് ആ ഒരു വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കും. അവർ തമ്മിൽ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവരെന്തെല്ലാം ചെയ്തു, ആരെല്ലാമായിട്ട് ബന്ധപ്പെട്ടു, അവരുടെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങൾ എന്താണ് എന്നറിയാൻ എല്ലാ കുടുംബങ്ങളും മംഗളമിലൻ എന്നുള്ള പേരിൽ എല്ലാ ദിവസവും രാത്രി പണ്ട് വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മൾ നാമജപമുണ്ടായിരുന്നു. അതിന് പകരം രാത്രി ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഈ ബാഹ്യ ഉപകരണങ്ങൾ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന ആൾക്കാർ നല്ല സംസ്കാരം ഉണ്ടാകുന്ന ചില കഥകളും കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാണ്. ഹൃദയം തുറന്ന് അവരുടെ മനസ്സിലെ വികാരങ്ങൾ തമ്മിൽ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ തരത്തിലുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വരണം. നമ്മുടെ മുതിർന്ന ചില ആൾക്കാർ കുറച്ചൊന്ന് നാമം ജപിക്കാനോ ചില ഭജന പാടാനോ ചില പ്രത്യേക കീർത്തനങ്ങൾ പാടാനോ രാമായണം വായിക്കാനും ബാക്കി കാര്യങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പകരം സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സംസ്കാരം വളർത്താൻ തക്കമുള്ള പരിപാടികൾ ചെയ്യണം. ഈ തരത്തിലുള്ള കുടുംബ പ്രബോധൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ സ്വയം സേവകർ അവരുടെ വീട്ടിൽ നിന്നും സംഘബന്ധുക്കൾ അവരുടെ വീട്ടിൽ നിന്നും ക്രമേണ സമൂഹത്തിൻ്റെ സ്വഭാവമായിട്ട് മാറണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ മുമ്പിൽ ജാതി ചിന്ത, ഉയർന്നവൻ താഴ്ന്നവെന്നുള്ള ചിന്ത, അതിൻ്റെ പേരിൽ അനധികൃത ഭേദഭാവം, ഒരു തൊട്ടുകൂടായ്മ, പലപ്പോഴും നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന ദിവസം ജാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പെരുമാറ്റം, ഈ വക കാര്യങ്ങൾ വർദ്ധിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ വക കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ ജാതിയുടെ അനുസരിച്ച് വേർതിരിച്ച് ഹിന്ദു സമുദായത്തെ തമ്മിൽ തല്ലാൻ തയ്യാറാകുന്നു. പക്ഷേ നമ്മുടെ മുമ്പിൽ നമ്മുടെ ചില ആദർശ പുരുഷന്മാരുണ്ട്. അവരെങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മൾ രാമായണം വായിക്കാറുണ്ട്. പക്ഷേ രാമായണത്തിലെ മഹാപുരുഷ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു? താൻ രാജാവാണ്, താൻ എല്ലാവരും എനിക്ക് ഉയർന്ന സ്ഥാനമാണ്. അങ്ങനെ വനവാസ കാലത്തിൽ ശ്രീരാം ഭഗവാനെ കടന്ന് വിടുന്ന ഗുഹൻ ഒരു നിഷാദനാണ്. ആ നിഷാദ രാജാവിനോട് ഞാൻ രാജാവ് നിഷാദനാണെന്നല്ല, അവൻ ആലിംഗനം ചെയ്യുന്നു, എൻ്റെ സ്വന്തം സഹോദരനാണ്, ഭരതന് തുല്യമാണ്. കാട്ടിൽ പോയി ശബരി മാതാവിൻ്റെ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് ആ അമ്മ ഈ ഭഗവാന് കൊടുക്കുന്നത് പുളിയുള്ള പഴമായിരുന്നു വെച്ച് കടിച്ച് നോക്കി കൊടുക്കുന്ന സമയത്ത് ഏതൊരു കാട്ടാളെത്തി കടിച്ച് എച്ചിലാക്കി തരുന്നു, ഞാനെങ്ങനെ കഴിക്കും എന്ന ചിന്തയില്ല. സ്വന്തം അമ്മയായിട്ടുള്ള കൈകയിൽ നിന്ന് കൗശല്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും സ്വാദിഷ്ടമായിട്ട് ഇത് കഴിക്കാൻ തയ്യാറാകും. വാനരന്മാരുടെ സുഗ്രീവനോടും അതേപോലെ തന്നെ ഹനുമാനോടും രാക്ഷസനായിട്ട് വീട്ടിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ ഭരതന് തുല്യമാണ്. ഈ തരത്തിലുള്ളൊരു സാഹോദര്യത്തിൻ്റെ സന്ദേശം ഏത് സന്ദർഭത്തിൽ കാണിച്ച ഭഗവാൻ ശ്രീരാമൻ. പക്ഷെ ആ രാമായണം വായിക്കുന്ന ആൾക്കാർ നമ്മൾ ജാതിയുടെ പേരിൽ അകന്നും വഴക്കടിക്കാൻ തയ്യാറാകും. ഈ ഒരു നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ കാണിക്കുന്നു? തൻ്റെ കൂട്ടുകാരനുള്ള കുചേലൻ താൻ വളരെ വൈശ്യത്തോട് കഴിയുമ്പോൾ വരുന്നു, ജീർണിച്ച വസ്ത്രവും വേർത്തൊലിച്ച് അങ്ങ് കഷ്ടപ്പെട്ട് വരുന്ന ജീവൻ കാണുമ്പോൾ എന്തോ എന്നിൽ നിന്ന് പണം വാങ്ങിക്കാൻ പറഞ്ഞു, ഒഴിഞ്ഞ് മാറി നിൽക്കാം എന്നുള്ളതല്ല, ഓടി ചെല്ലുന്നു. ആ കുചേലനെ കെട്ടിപ്പിടിക്കുന്നു, കൊണ്ടുവന്ന് സിംഹാസനത്തിലെത്തി ഭാര്യയെ കൊണ്ട് കാല് കഴിക്കുന്നു, അദ്ദേഹത്തിന് വീശി കൊടുക്കാൻ തയ്യാറാവുന്നു. എത്ര ഉദാത്തമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ പുരാണ പുരുഷന്മാർ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ ഭാവത്തോടുകൂടി തമ്മിലുള്ള ഭേദഭാവം ഉച്ചനീയത്തില്ലാതെ സമൂഹം മുഴുവൻ ഒന്നാണ്. ആരെങ്കിലും വിഷമത്തിന് അവരെ സഹായിക്കാൻ ഉത്തരം നമുക്കുണ്ട്. ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ സമൂഹം ജാതി ചിന്തയ്ക്ക് അതീതമായി ഭേദഭാവങ്ങൾക്ക് അതീതമായി വരാൻ തയ്യാറ്. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ അതാത് ഗ്രാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ചില പരിപാടികൾ നടണം. ഏതെങ്കിലും ശ്രീനാരായണ ഗുരുദേവനോ ബാക്കിയുള്ള ഏതെങ്കിലും മതത്തിൻ്റെ ആളല്ല, നമ്മുടെ സമാജത്തിന് ഹിന്ദു ധർമ്മത്തിന് ഉയർച്ച വേണ്ടിയാണ്
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സ്ഥലവും ഏകത്വേന വരുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതിനുവേണ്ടി പ്രവൃത്തികളാണ്. ഒരു മതത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ജാതിയുടെ ആളല്ല. ഈ രീതിയിൽ നമുക്ക് ജാതി ചിന്തകളെ ബോധപൂർവം ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന അന്തരീക്ഷത്തിൽ പൂർണ്ണമായും സാമാജിക സമരസത അത് സൃഷ്ടിക്കാൻ സാധിക്കും. മൂന്നാമതൊരു കാര്യം നമ്മുടെ നാട്ടിൻ്റെ പ്രകൃതി സംരക്ഷണമാണ്. ഭൂമി, ജലം, അന്തരീക്ഷം ഇതെല്ലാം തന്നെ ശുദ്ധമായിരുന്നാൽ മാത്രമേ സമൂഹത്തിൽ സുഖം ഉണ്ടാവുള്ളൂ. ഇത് നശിക്കുന്നതോടുകൂടി നമ്മുടെ സാമാജിക ജീവിതം തന്നെ നാശത്തിലാക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതേപോലെ ശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ വീടുകളിലെല്ലാമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ വളരെ വളരെ കുറയ്ക്കണം. പ്ലാസ്റ്റിക് ഭൂമിയുടെ പിന്നെ ഭൂമി ലയിക്കില്ല. അത് ഈ ഭൂമി നശിക്കുന്ന ഒരു പ്രധാന സംഗതി പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറച്ച് കടലാസ് കൊണ്ടും തുണി കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ നമ്മുടെ ഉപയോഗം. ഈ ഭൂമിയിൽ എന്തെങ്കിലും മഴ പെയ്യുമ്പോഴേക്കും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണം പ്രധാനമായിട്ട് പ്ലാസ്റ്റിക്കാണ്. അത് വെറും ചില പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ബോധപൂർവമുള്ള പരിശ്രമം ഈ പ്ലാസ്റ്റിക് ഉപയോഗം നിർത്താൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അനവധി കോൺക്രീറ്റ് മുന്നേറി ഒരു കോൺക്രീറ്റ് കാടായിട്ട് മാറുന്നു. അന്തരീക്ഷത്തിൽ ഫലവൃക്ഷങ്ങൾ വേണ്ട പോലെ ഈ ഒരു ലതാദികൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ താപം അത് വർദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുടുംബത്തിലും എന്തെങ്കിലും ചെറിയ ഉത്സവങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ വൃക്ഷം നടുക. നമ്മുടെ വീടുകളിൽ വൃക്ഷം നടുക, നമ്മുടെ അമ്പലത്തിൽ വൃക്ഷം നടുക, സ്കൂളുകളിൽ വൃക്ഷം നടുക. ആ തരത്തിൽ വൃക്ഷാരോപണത്തിൽ കൂടിയിട്ട് ഈ ഭൂമിയുടെ താപം സംരക്ഷിക്കാനുള്ള സംരക്ഷണം നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ മൂന്നാമതൊരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ജലസംരക്ഷണം. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളം കിട്ടാതെ മരണമടയുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ജലാശയങ്ങൾ സംരക്ഷിക്കണം. ഇന്ന് പൈപ്പിലൂടെ നമ്മുടെ വീട്ടിൽ വെള്ളം വരുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെ കുളങ്ങൾ മുഴുവൻ അത് ശുദ്ധീകരിച്ച് ആ തരത്തിൽ അത് സംരക്ഷിച്ചാൽ മാത്രമേ ഭൂഗർഭ ജലം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം ഈ ജലം സംരക്ഷിക്കും. പരിമിതമായി എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കും. അമിതമായ വെള്ളം ഉപയോഗിക്കുന്ന വേറെ ചില ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ ഞാൻ അത് നശിപ്പിക്കുന്ന തുല്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നിയമിതമായ രൂപത്തിൽ നിയന്ത്രിതമായ ജല ഉപയോഗവും ജലസംരക്ഷണം അതേപോലെ തന്നെ നമ്മുടെ ഭൂമി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വൃക്ഷാരോപണം, പ്ലാസ്റ്റിക് നിരോധനം, ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളൊന്നും ഓരോരുത്തരും അവർ വിചാരിച്ചാൽ എത്രമാത്രം പരിവർത്തനം നമ്മുടെ നാട്ടിലുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നാലാമതൊരു കാര്യം നമ്മൾ പറയുന്നത് ഒരു സ്വത്വബോധം. എൻ്റെ വേഷം നമ്മുടെ നാടിൻ്റെ വേഷമാണ്. അറിഞ്ഞോ അറിയാതെയോ ബാക്കിയുള്ളവരുടെ വേഷത്തെ അനുകരിക്കാനുള്ളൊരു പരിശ്രമം. ഭാഷ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നുള്ള വാക്കുകൾക്ക് പകരം ഇന്ന് പറയണ വൈഫും ഹസ്ബൻഡും ഡാഡിയും മമ്മിയും പപ്പിയും ഒക്കെ ആയിട്ട് മാറുന്നു. നമ്മുടെ അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുന്ന സമയത്തുള്ള ഒരു വൈകാരിക ബന്ധമുണ്ടല്ലോ, അത് ക്രമേണ നഷ്ടപ്പെടുന്നു. ഏത് ബന്ധം ശരി, ഏതാരും ഒരു അങ്കിളോ ആൻറ്റിയാണ്. ഈ കാര്യങ്ങൾക്ക് പകരം നമ്മുടെ ഭാഷ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട. ഭാഷ, വേഷം, ഈ ഒരു വൈദേശികമായിട്ടുള്ള ഭക്ഷണം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്വന്തം നമ്മൾ കാണുന്ന ഒരു ഭൂഷ, വേഷം, ഭവനം, നമ്മുടെ വീടുകൾ, തുളസിത്തറയും സന്ധ്യാസമയത്ത് വിളക്ക് വെപ്പും ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയും ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിൽ ഈ വക കാര്യങ്ങൾക്കോടൊപ്പം നമ്മുടെ ഭക്ഷണം അറിഞ്ഞോ അറിയാതെയോ വൈദേശിക ഭക്ഷണത്തിൻ്റെ സ്വാധീനം നമ്മുടെ സാധാരണ ഈ നാടിന് യോജിച്ച നമ്മുടെ അതാത് പ്രദേശത്തിനനുസരിച്ച് ആഹാരം നമ്മൾ കാര്യമുണ്ടായിരുന്നു. ഞാനൊരു കാര്യം വേദനയോട് നിങ്ങൾ പറയട്ടെ. ഒരു വീട്ടിൽ പോയ സമയത്ത് നല്ല സംസ്കാരമുള്ള വലിയൊരു വീട്, അവിടെ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ സമയത്ത് ഞാൻ കുട്ടിയോട് വളരെ തമാശയ്ക്ക് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, പുട്ട്, ഈ കാര്യത്തിൽ നിനക്ക് ഏതാണ് ഇഷ്ടം? ഒട്ടും താമസിക്കാതെ കുട്ടിന് പൊറോട്ട. ഉടനെ പറഞ്ഞു പൊറോട്ടയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഉരുളക്കിഴങ്ങ്, ചെറുപയർ, കടല, സാമ്പാർ, ചട്നി, ഇത് ഏതാണ്? ചിക്കൻ. അപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ സർവ്വസാധാരണ വീടുകളിൽ അടുത്ത് വളരുന്ന തലമുറയുടെ മനസ്സിൽ നമ്മുടെ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് വേഷം, ഭൂഷ, ഭോജനം
ഭവനം, ഈ കാര്യങ്ങളോടൊപ്പം തന്നെ ഭ്രമണം എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ പണ്ട് കാലത്തെ വീട്ടിൽ നിന്ന് കൂട്ടമായിട്ട് നമ്മൾ തീർത്ഥാടനം ചെയ്യാറുണ്ടായിരുന്നു. കാശി രാമേശ്വരം യാത്ര ചെയ്യും, നമ്മുടെ ഗുരുവായൂരിൽ പോകുമ്പോൾ അതേതരം ക്ഷേത്രങ്ങളും പവിത്രമായ ആ സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ അത് ക്രമേണ നടന്നിട്ട് വിനോദയാത്രയായിട്ട് മാറി. പാർക്കിൽ പോകുന്നു, അയൽക്കണ്ട് കാണാൻ പോകുന്നു, ടൗണുകൾ കാണാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് ആധ്യാത്മികമായ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം ഭൗതികമായുള്ള കാര്യങ്ങളിൽ അതിൻ്റെ കൂടുതൽ കുടിയും എല്ലാ കാര്യങ്ങളും വരും. ഈ നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ മാറണം. അതുകൊണ്ട് ഭാഷ, വേഷം, ഭവനം, ഭോജനം, അതേപോലെ തന്നെ നമ്മുടെ ഭ്രമണം, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തനിമയോട് കൂട്ടിയുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ പാരമ്പര്യം പഴഞ്ചിലേക്ക് പോകണമെന്നല്ല, ഏതാണോ നമ്മുടെ സമാജത്തിൽ നിന്ന് ആ കാര്യങ്ങളിലേക്ക് പോകണം. ഈ ഒരു പരിവർത്തനം RSSൻ്റെ പ്രവർത്തനമല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ചെന്ന് ഈ ഭൂമി സംരക്ഷിക്കാനും ഇതിൻ്റെ പരിസ്ഥിതി സംരക്ഷണം എല്ലാവരും നമുക്ക് കൂട്ടാടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു പഞ്ചപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുമായിട്ടുള്ള കൂടുതൽ സഹകരണം, ഈ തരത്തിൽ ചിന്താഗതികളുള്ള ആളുകളെ ഒരുമിച്ച് സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇത് മുഴുവൻ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിലെ സർവ്വജനങ്ങളുടെയും കൂട്ടായ പരിശ്രമം വേണം. സംഘം ഈ ഒരു ശതാബ്ദി ആഘോഷം നടത്തുന്ന സമയത്ത് വെറും ശാഖകളുടെ പ്രവർത്തനം മാത്രമല്ല, സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി സമൂഹത്തിന് മുഴുവൻ അനുസരിച്ച് ഈ തരത്തിലുള്ള ശ്രേഷ്ഠ ചിന്തകളും ആചാരങ്ങളും വരുത്താൻ സാധിക്കണം. ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ വിജയലക്ഷ്മി കുറച്ച് സമയമെടുത്തുമ്പോൾ പറയാൻ കാരണം, ഈ നാടിൻ്റെ ജനനി ജന്മഭൂമിഷ്ഠ സ്വർഗാധിപികരീസി, എൻ്റെ പെറ്റ ഭൂമിയും എൻ്റെ പെറ്റ അമ്മയും എനിക്ക് സ്വർഗത്തേക്കുള്ളതാണ്. എന്ത് തന്നെ സുഖം കിട്ടാൻ ശരി, ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സ്വർഗം. ഈ ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഭാരതം വീണ്ടും ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനത്ത് വരും. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയട്ടെ. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ കൺമുമ്പിലൊരു കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച എന്താ? ഞാൻ പ്രവാചകനല്ല, ഭവിഷ്യ വിചാരം ചെയ്യുന്ന ആളല്ല, പക്ഷേ എൻ്റെ കൺമുമ്പിൽ ഞാനൊരു ഭവ്യമായ ചിത്രം കണ്ടു. അത് ഭാരത മാതാവ് ലോകത്തിൻ്റെ അത്യുച്ച സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതയായി ലോകത്തെ മുഴുവൻ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യാൻ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭവ്യമായ ഭാരതമാതാവിൻ്റെ ദൃശ്യം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ദൃശ്യം സാക്ഷാത്കരിക്കാൻ നമുക്കെല്ലാവർക്കും കൂടി കൂട്ടായിട്ട് പരിശ്രമിക്കണം. അമ്മമാരടക്കം ഇതെല്ലാം ചില കാര്യങ്ങളാണ്. നമുക്കും നമ്മുടെ സമാജത്തിൽ ഈ തരത്തിലുള്ളൊരു പരിവർത്തനം വരുത്താൻ നമുക്കും പ്രവർത്തിക്കാണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളുടെ ഇടയിൽ കുറച്ച് സമയം എടുത്തുകൊണ്ട് സമാജത്തിൻ്റെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അമ്മമാരും മുന്നോട്ട് വരണം. നമ്മളെല്ലാവരുടെയും പരിശ്രമഫലമായിട്ട് ജഗദ്ഗുരു സ്ഥാനത്ത് ഭാരതമാതാവിനെ പ്രതിഷ്ഠിക്കുക, ആ മഹാസങ്കല്പം സാക്ഷാത്കരിക്കാൻ നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. നമ്മളെല്ലാം ഭാഗ്യശാലികളാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അസാധ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് സാധ്യമായി കഴിയും. നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമൻ ജനിച്ച സ്ഥലം 450 വർഷമായിട്ട് അത് ഒരു വിദേശ ആക്രമണയുടെ ഒരു ചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു. ആ രാമക്ഷേത്രത്തിൽ ഭവ്യമായ രാമക്ഷേത്രം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചു. അനവധി യാതനകൾ സഹിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് അയോധ്യയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിഭവ്യമായ ക്ഷേത്രം, ലക്ഷാവധി ഭക്തന്മാർ അവരുടെ ഭക്തിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കും. നമ്മുടെ നാട്ടിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് കാശ്മീർ അത് വേറൊരു നാടാണ്. അവിടെ വേറെ കൊടി, വേറെ ഭരണാധികാരി ഭാരതത്തിൻ്റെ ഭാഗമല്ല. ഹിന്ദുക്കൾ കൂട്ടമായിട്ട് ഇവിടുന്ന് പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി 1990-കളിൽ. പക്ഷേ ആ കാശ്മീർ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 370 റദ്ദാക്കിയാൽ ഇവിടെ ചോരപ്പോൾ ഒഴുകും എന്ന് പലരും പറഞ്ഞിരുന്നു. ഒരു തുള്ളി ചോര ചിന്താതെ കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമായി. നിത്യേനയൊന്നാണ് കൂട്ടക്കൊല നടന്നൊരു സ്ഥലത്ത് ഒരു സമാധാനത്തിൻ്റെ തീർത്ഥാടനത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് കാണിക്കുന്നത്. ഇതുപോലെ ഒട്ടനവധി പരിവർത്തനം നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാവുന്ന പരിവർത്തനം കാണും. അത് കാണാനുള്ള സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഈ സ്ഥിതിയിലേക്ക് ഭാരതത്തെ കൊണ്ടുവരുന്ന ഒട്ടനവധി ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അനവധി ദുരിതങ്ങൾ അനുഭവിച്ചു. അവരുടെ ത്യാഗമായിട്ടുള്ള ജീവൻ അവർ അർപ്പിക്കേണ്ടി വന്നു. അവരുടെ എല്ലാം പ്രവർത്തനഫലമായി ഇന്ന് ലോക ആരാധ്യമായ സ്ഥലത്തേക്ക് ഭാരതം ഉയർന്നു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഇതിനെ പരിപൂർത്തിയിലെത്തിക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കഠിനമായ നമ്മുടെ പരിശ്രമത്തിൽ കൂടിയിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഭാരതം ജഗദ്ഗുരു സ്ഥാനത്തിരിക്കുന്ന സ്ഥാനം ഉണ്ടാകാൻ സാധിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്കെല്ലാം കൂട്ടായിട്ട് പരിശ്രമിക്കാം എന്ന് മാത്രം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.